ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബ് തൗഹീദിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യായങ്ങളെല്ലാം തന്നെ നാം സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട, ഉപയോഗിക്കുമ്പോൾ ഗൗരവപൂർവം മാറ്റി നിർത്തേണ്ട ചില പദപ്രയോഗങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. ഇതെല്ലാം ഇദ്ദേഹം ഈ അധ്യായത്തിൽ, ഈ കിതാബ് തൗഹീദിൽ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് അത് തൗഹീദിന് ഭംഗം വരുത്തുന്ന, അതിന് കോട്ടം വരുത്തുന്ന വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അതെല്ലാം ചിന്തിച്ചുകൊണ്ട് വേണം സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ. ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല, മറിച്ച് അവൻ സംസാരിക്കുന്ന വാക്കുകളെക്കുറിച്ച് കൃത്യമായ ധാരണ അവനുണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ അധ്യായത്തിൽ ദുആ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു തെറ്റിനെ കുറിച്ചാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അദ്ദേഹം കൊടുക്കുന്ന അധ്യായം ബാബു ഖൗലി അല്ലാഹുമ്മ ഗ്ഫിർലി ഇൻ ശിഅ്ത. ഈ അധ്യായത്തിന്റെ പേര് അല്ലാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്തു തരണം എന്നാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഉള്ള ഒരു മര്യാദകേടാണ് ഒരാൾ ഈ ഒരു രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതിനുള്ളിൽ പതിയിരിക്കുന്ന തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ വാക്കൊരു തെറ്റായി തോന്നുകയില്ല. അള്ളാഹുവെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്തു തരണമേ. ചിലപ്പോൾ അതൊരു വിനയത്തിന്റെ ഒക്കെ സ്വരമായിട്ടായിരിക്കും പ്രാർത്ഥിക്കുന്നവൻ വിചാരിക്കുക. അള്ളാഹുവെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്തു തരണം, അള്ളാഹുവെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് കരുണ ചൊരിയണം, അള്ളാഹുവെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് റിസ്കിൽ വിശാലത നൽകണം എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കും ഇതൊരു വിനയത്തിന്റെ ഭാഷയല്ലേ എന്ന് ചിന്തിച്ചേക്കും. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അങ്ങനെ പാടില്ല എന്ന് പറയാനുള്ള കാരണം? എന്തുകൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നൊരു നിബന്ധന വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ്? പണ്ഡിതന്മാർ പല കാരണങ്ങൾ അതിന് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ ഒരു തേട്ടത്തിൽ അതിലൊരു സൂചന ഉണ്ട്. അള്ളാഹുവിനെ നിനക്ക് നിർബന്ധിക്കാൻ സാധിക്കുമെന്നുള്ളത് പോലെ. അതായത് നീ അള്ളാഹുവിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ തരണമെന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നില്ല, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നാൽ മതി എന്നൊരു ധ്വനി അതിലുണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിർബന്ധിക്കാൻ ആരുമില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നൽകുകയുള്ളൂ. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് മാത്രമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ. നിന്റെ നിർബന്ധം കാരണത്താൽ, നിന്റെ സമ്മർദ്ദം കാരണത്താൽ എന്തെങ്കിലും ചെയ്തു തരുന്നവനല്ല അള്ളാഹു തആല. ഈ ഒരു രീതിയിൽ അങ്ങനെ ഒരു ധ്വനിയുണ്ട്. അള്ളാഹു നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നാൽ മതി, ഞാൻ നിന്നെ നിർബന്ധിക്കുന്നൊന്നുമില്ല എന്നൊരു ധ്വനിയാണ് അതിലുള്ളത്. അത് തെറ്റാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാൻ പാടില്ല. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിൽ മറ്റൊരു ധ്വനിയുണ്ട്. ചില കാര്യങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ പ്രയാസകരമാകുന്ന എന്തോ ഉണ്ട് എന്നുള്ളതുപോലെ. സുബ്ഹാനല്ലാഹ്, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ആ കാര്യം എന്തോ അള്ളാഹു തആലക്ക് അതെല്ലാം നൽകാൻ ചിലപ്പോ പ്രയാസം ഉണ്ടാവും. അവിടെ ഞാൻ ചോദിക്കുന്ന കാര്യം അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്തു തന്നാൽ മതി, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്തു തന്നാൽ മതി, ഞാൻ നിർബന്ധം പറയുന്നില്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയും ഒരു സൂചന ഉണ്ട്. എന്നാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരൊറ്റ പ്രതലത്തിൽ നിന്ന് ഒരുമിച്ച് ചോദിച്ചാൽ പോലും അവരെല്ലാം ചോദിച്ചതിന് അല്ലാഹു തആലക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയും ആ ഉത്തരം ചെയ്തതിന്റെ പേരിൽ അവന്റെ ഖജനാവിൽ നിന്നും ഒരിറ്റുപോലും കുറഞ്ഞു പോകാതിരിക്കുകയും ചെയ്യും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഖുദ്സിയ ഹദീസിൽ അല്ലാഹു തആല പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാകും, യാ ഇബാദി, എന്റെ അടിമകളെ, ലൗ അന്ന അവലക്കും വ ആഖിറക്കും, നിങ്ങളിൽ ആദ്യത്തവനും അവസാനത്തവനും, വ ഇൻസക്കും വ ജിന്നക്കും,
നിങ്ങളിലെ മനുഷ്യരും ജിന്നുകളും ഖാമു ഫി സഈദിൻ വാഹിദ്, എല്ലാവരും ഒരൊറ്റ പ്രതലത്തിൽ അങ്ങ് നിൽക്കുകയാണ്. ഫസഅലൂനി, അവരെല്ലാവരും എന്നോട് ചോദിച്ചു, ആരും ചോദിക്കാതിരുന്നിട്ടില്ല. ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹ, എല്ലാ മനുഷ്യരുടെയും എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുകയും ചെയ്തു. മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മിഖ്യതു ഇദാ ഉദ്ഖിൽ ബഹർ. ഒരു വലിയ സമുദ്രത്തിൽ ഒരു സൂചി മുക്കിയെടുത്താൽ എന്തുമാത്രമാണ് അതിൽ കുറവ് വരിക? ഒന്നും കുറവ് വരികയില്ല. അതുപോലെ എന്റെ അടുക്കലുള്ളതിൽ ഒന്നിലും കുറവ് വരികയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുന്ന എന്ത് വലിയ കാര്യമായാലും അതൊന്നും അല്ലാഹു തആലയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല. അതുകൊണ്ട് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നൊന്നും നമ്മൾ പറയേണ്ടതില്ല. അതാണ് മറ്റൊരു കാരണമായി പറഞ്ഞത്. മൂന്നാമത്തെ കാരണം സഹോദരങ്ങളെ, ഇങ്ങനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ തന്നാൽ മതി എന്ന് പറയുന്നവന് ഉണ്ടാകുന്ന മറ്റൊരു ധ്വനി എന്ന് പറയുന്നത്, എനിക്കങ്ങനെ വലിയ ആവശ്യമൊന്നുമില്ല, നീ ഉദ്ദേശിക്കുകയാണ് തന്നാൽ മതി. നമ്മൾ മനുഷ്യന്മാർ പരസ്പരം പറയുന്നത് പോലെ, നിന്റെ അടുക്കൽ ഒരു ഇത്ര രൂപ ഉണ്ടോ, ഉദ്ദേശിക്കാണ് തന്നാൽ മതി എന്ന് പറയുന്നത് പോലെ. അതായത് എനിക്ക് വലിയ ആവശ്യമൊന്നുമില്ല, നീ വേണമെങ്കിൽ തന്നാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു തന്നാൽ മതി എന്ന് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യർ മുഴുവനും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. ആർക്കും അങ്ങനെ പറയാനുള്ള അധികാരമില്ല. എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തും മർഹമത്തിനും അള്ളാഹുവിന്റെ റിസ്കിനും ഒക്കെ ആവശ്യക്കാരായ ആളുകളാണ്. അള്ളാഹു പുറത്തു തരാതെ മറ്റാര് പുറത്തു തരാം? അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം ചെയ്തു തരാതെ മറ്റാര് കാരുണ്യം ചെയ്തു തരാൻ? അള്ളാഹുവിന്റെ റിസ്കല്ലാതെ മറ്റേത് റിസ്ക്കാണ് നമുക്കുള്ളത്? അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെല്ലാം തികഞ്ഞ ആളുകളാണ്. ഇനി വേണം കിട്ടിയാൽ മതി, കിട്ടുകയാണെ മതി, നിർബന്ധമില്ല എന്നൊരു ധ്വനി അതിലുണ്ട്. അതും ഗുരുതരമാണ്. അതുപോലെ തന്നെ നാലാമത്തെ തെറ്റ് എന്ന് പറയുന്നത്, ഇങ്ങനെ മശീയത്ത് വെച്ചുകൊണ്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ മതി എന്ന് പറയുമ്പോഴുള്ള നാലാമത്തെ ഒരു തെറ്റ് എന്ന് പറയുന്നത്, അവൻ ആ ദുആയിൽ ഒരു ഉറപ്പില്ല എന്നുള്ളതാണ്. ഒരു തറദ്ദുദുണ്ട്, യഖീനില്ല, ഉത്തരം കിട്ടുമെന്ന് ഉറപ്പില്ലാത്ത രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹു എനിക്കിത് നൽകുമെന്നുള്ള ദൃഢബോധ്യത്തോടുകൂടി, ദൃഢവിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മളെ പ്രാർത്ഥന ആ രൂപത്തിലായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉദ്ഉല്ലാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടിയാണ്. അങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. നമ്മുടെ കാര്യം എത്ര വലുത് എന്നൊന്നും ഒരു വിഷയാകാൻ പാടില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ ആരോടാണ് ചോദിക്കുന്നത് എന്ന് മറക്കുന്ന രൂപത്തിലാണ് ആളുകൾ ചോദിക്കുക. ചോദിക്കേണ്ട വിഷയം വലുതാകുന്ന സമയത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാകുന്ന സമയത്ത് ഈ രൂപത്തിലൊരു ഉറപ്പില്ലാത്തൊരു ചോദ്യം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായി പോകും. അത് തെറ്റാണ്. മറിച്ച് അള്ളാഹു എന്തായാലും തരും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമെന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വാഗ്ദാനമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അള്ളാഹു ഉത്തരം നൽകും. അതിന്റെ രൂപങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മാത്രം. അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല. അള്ളാഹു ഉത്തരം നൽകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മളിൽ നിന്നും കയറിപ്പോകുന്ന പ്രാർത്ഥന അത് നല്ല പ്രാർത്ഥനയായിരിക്കണം. ചില കാരണങ്ങളൊക്കെ ഉണ്ടാകും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാതിരിക്കാൻ. അതിൽപ്പെട്ടൊരു കാരണമാണിത്. യഖീനില്ലാതെ പ്രാർത്ഥിക്കുക, വലിയ ഉറപ്പില്ല, അള്ളാഹു നൽകുമെന്നൊരു ഉറപ്പില്ലാത്ത രൂപത്തിൽ ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് ഉത്തരം കിട്ടാതായി പോകുന്ന ഒരു കാരണമാണ്. ഇവിടെ പറയുന്നത്, ഇങ്ങനൊരു മശീയത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നവൻ ആ ഒരു രൂപത്തിലുള്ള ഒരു ധ്വനിയും അവന്റെ ഭാഗത്തു നിന്നുണ്ട്. ഈ പറഞ്ഞ 4 കാര്യങ്ങളും സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറഞ്ഞേക്കാം, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞേക്കാം. എന്നാലും തെറ്റാണ്. നീ അങ്ങനെ ചിന്തിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, നീ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് പ്രകാരം അത് നിഷിദ്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഇത് കേവലം അല്ലാഹു മഗ്ഫിർലി ഇൻ ശിഅത് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം തലക്കെട്ട് കൊടുത്തത് അതിലൊരു ഉദാഹരണം എന്നോണമാണ്. ഏത് കാര്യമാകട്ടെ, അള്ളാഹുവിനോട് ചോദിക്കുന്ന സമയത്ത് റിസ്കിന്റെ കാര്യമാകട്ടെ, ഏതൊരു കാര്യമാകട്ടെ, അതിന്റെ ഖൈറ് വ്യക്തമാണെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് ചോദിക്കാനേ പാടില്ല. മറിച്ച് അള്ളാഹു നീ നൽകണം എന്ന രൂപത്തിൽ തന്നെ നമ്മൾ കേണ് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. എന്നാൽ ചില കാര്യങ്ങൾ ഉണ്ടാകും, നമുക്കതിന്റെ ഖൈർ വ്യക്തമാകാത്ത ചില കാര്യങ്ങൾ, അള്ളാഹു അത് ഖൈറാണെങ്കിൽ എനിക്ക് നൽകണമേ എന്ന രൂപത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദുആഉൽ ഇസ്തിഖാറയിൽ അങ്ങനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ എന്താണോ കാര്യം അത് എടുത്തു പറഞ്ഞുകൊണ്ട്,
ഒരു വിവാഹ അന്വേഷണം നടത്തുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാം. നമുക്കറിയില്ല ആ വരുന്ന വധു അല്ലെങ്കിൽ ആയിട്ട് വരാൻ സാധ്യതയുള്ളയാൾ നമുക്ക് ഖൈറായിരിക്കുമോ ഷർറായിരിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അത് ഖൈറാണെങ്കിൽ റബ്ബേ അത് നീ നടത്തി തരണം, ഷർറാണെങ്കിൽ തട്ടി മാറ്റണം എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് തെറ്റില്ല. അല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലുമൊക്കെ ഒരു കച്ചവടം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്, നമുക്കറിയില്ല അത് ഖൈറിലാണോ ചെന്നെത്തുക ഷെറിലാണോ ചെന്നെത്തുക എന്നറിയില്ല. അപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലാഹുവേ ഖൈറാണെങ്കിൽ റബ്ബേ ഇതിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി തരണം, ഷർറാണെങ്കിൽ റബ്ബേ എന്നിൽ നിന്നും തട്ടി നീക്കണമെന്ന് പറയാം. കാരണം അതിന്റെ ഖൈർ വ്യക്തമല്ല. പക്ഷെ ഇവിടെ നേരത്തെ പറഞ്ഞ മഗ്ഫിറത്തും അള്ളാഹുവിന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ റിസ്ക്കും ഇതിലൊന്നും ഖൈറല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ അതിലൊരിക്കലും മശിയത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇതിന് തെളിവായി അദ്ദേഹം ഹദീസ് കൊടുക്കുന്നു. ഫി സ്വഹീഹ് അഥവാ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണിത്. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ لا يقولن احدكم اللهم اغفر لي ان شئت اللهم ارحمني ان شئت. നിങ്ങളിൽ ഒരാളും പറയാൻ പാടില്ല അഥവാ പ്രാർത്ഥിക്കാൻ പാടില്ല അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ഇൻ ശിഅത്, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ എനിക്ക് പുറത്തു തരണം. അല്ലാഹുമ്മ ഇർഹംനി ഇൻ ശിഅത്, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നീ എനിക്ക് കരുണ ചൊരിയണം. ബുഖാരിയുടെ റിവായത്തിൽ ഇതുകൂടിയുണ്ട്, അല്ലാഹുമ്മ ഇർസുഖ്നി ഇൻ ശിഅത്, അല്ലാഹുവേ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് ഉപജീവനം നൽകണം എന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു. എന്നിട്ട് എങ്ങനെ പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ലിയഅ്സിമിൽ മസ്അല, നിങ്ങൾ കാര്യങ്ങൾ ഉറപ്പോടുകൂടി ചോദിക്കണം, അസീമത്തോടുകൂടി ചോദിക്കണം. ഇങ്ങനെ ഒരു സംശയത്തിന്റെ വേണമെങ്കിൽ മതി എന്ന രൂപത്തിലല്ല, ഉറച്ചു തന്നെ നിങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ചോദിക്കുന്ന സമയത്ത് ഉറച്ചു ചോദിക്കണം, റബ്ബേ നീ എനിക്കിത് നൽകണം എന്ന് തന്നെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഫഇന്നല്ലാഹ ലാ മുക്രിഹ ലഹു, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധിക്കാൻ ആരുമില്ല. നിന്റെ ചോദ്യത്തിന്റെ നിർബന്ധം വഴങ്ങിയിട്ട് അല്ലാഹു തആല നിനക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. അത് നീ ഒരു നിർബന്ധിക്കുന്നവനാണ് എന്ന് തോന്നിയിട്ട് നീ എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങനെ പറയാതിരിക്കേണ്ടതില്ല. മറിച്ച് നീ നിർബന്ധപൂർവം തന്നെ റബ്ബിനോട് ആവർത്തിച്ച് ചോദിക്കുക. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്നു, വലി മുസ്ലിമിൻ വലിയുഅള്ളിം അർറഗ്ബ, ഒരുവന്റെ ആഗ്രഹം അവൻ വലുതാക്കട്ടെ എന്നാണ്. അവന്റെ ആഗ്രഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്നായിട്ട് തന്നെ അവനത് കാണിക്കട്ടെ. ഉദാഹരണത്തിന് ഒരു സാധാരണ രീതിയിൽ പോകുന്ന ഒരു വ്യക്തിയാണ്, ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് പോകുന്ന വ്യക്തിയാണ്. വിചാരിക്കാത്ത രൂപത്തിൽ ലക്ഷങ്ങളുടെ കടം, മില്യണുകളുടെ കടം പെട്ടെന്ന് അവൻ വന്നു ഭവിക്കുകയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ കടം വീട്ടാനുള്ള ഭൗതികമായ മാർഗമൊന്നും മുന്നിലില്ല. ഈ അന്നേക്ക് കിട്ടുന്ന ചെറിയ കച്ചവടം കൊണ്ട് ഈ വലിയ മില്യണുകളൊന്നും വീട്ടാനുള്ള വഴിയൊന്നും അവന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇനി ഒരു പ്രതീക്ഷയില്ലാത്തവനെ പോലെ അല്ല നീ പ്രാർത്ഥിക്കണം. റബ്ബേ ഈ ലക്ഷങ്ങൾ നീ എനിക്ക് നൽകണം എന്റെ ഈ കടം വീട്ടുന്നതിന് വേണ്ടി എന്ന് തന്നെ പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിനക്ക് നൽകുക തന്നെ ചെയ്യും. നീ അതിനൊരു ഭൗതികമായ സബബുകൾ കാണാത്തത് കൊണ്ട്, മാർഗങ്ങൾ കാണാത്തത് കൊണ്ട് നിന്റെ പ്രാർത്ഥനയിൽ നിനക്ക് കുറവ് വരുത്താൻ പാടില്ല. കാരണം നീ അറിയാത്ത രൂപത്തിൽ നിനക്ക് ഉപജീവനം നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നിനക്ക് അറിയാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉപജീവനം നൽകും, നിന്റെ കടങ്ങൾ ഇല്ലാതാക്കി നൽകും. നിനക്ക് ഏത് രൂപത്തിലുള്ള, ഇതൊരു ഉദാഹരണം പറഞ്ഞു മാത്രം, ഏത് കാര്യത്തിലാകട്ടെ മനുഷ്യ ഒരു പ്രതീക്ഷയുമില്ല എന്ന് നമുക്ക് തോന്നും. ഭൗതികമായ കാരണങ്ങളൊക്കെ നോക്കി നീ ഒരു കടലിന്റെ ആഴക്കടലിൽ നീ മുങ്ങി മരിക്കാൻ പോവുകയാണ്, ഒരു വഴിയുമില്ല, എനിക്ക് നീന്താൻ അറിയില്ല, നീന്താൻ അറിഞ്ഞാൽ തന്നെ ഈ കിലോമീറ്ററുകൾ നീന്തി കടക്കാൻ എനിക്ക് സാധിക്കുകയുമില്ല. അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അല്ലാഹു തആലയോട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് പറയാൻ സാധിക്കണം. ലിയുഅള്ളിം അർറഗ്ബ, ആഗ്രഹം നമ്മൾ വലുതാക്കട്ടെ, അത് കുറഞ്ഞു പോകേണ്ടതില്ല. ചില പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണം പറഞ്ഞത്, നീ നിന്റെ ദുല്ലും ഇൻകിസാറും, നീ അങ്ങേയറ്റത്തെ കേണപേക്ഷിക്കുന്നത് അല്ലാഹു തആലയുടെ അടുക്കലേക്ക് അങ്ങനെ നീ പ്രാർത്ഥിക്കണം. അങ്ങേയറ്റം ആവശ്യക്കാരനാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കണം. രണ്ടർത്ഥവും ഇവിടെ ഉൾക്കൊള്ളാവുന്നതാണ്. ഫഇന്നല്ലാഹ ലാ യതആലമുഹു ശൈഉൻ അഅതാഹ്, മുസ്ലിമിൽ ഈ ഭാഗം കൂടി വന്നിട്ടുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവൻ നൽകുന്ന ഒരു കാര്യവും വലുതല്ല. ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം വലുതല്ല. നമുക്ക് വലുതായിരിക്കാം. അല്ലാഹു തആലക്ക് ഈ പറയുന്ന ദുനിയാവ് മുഴുവനും അല്ലാഹുവിന്റെ ഉള്ളം കയ്യിൽ നാളെ എടുക്കാനുള്ള നിസ്സാരമായ അവന്റെ സൃഷ്ടിപ്പുകൾ മാത്രമാണ്. അതുകൊണ്ട് ഇത് മുഴുവൻ നീ ചോദിച്ചാലും അല്ലാഹു തആലക്ക് നൽകുന്നത് അത് നിസ്സാരമായ കാര്യമാണ്. അവന്റെ ഖജനാവിൽ അതുകൊണ്ട് ഒന്നും കുറയുകയില്ല എന്ന യഖീനോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്. ഒന്ന്
ഇതിന്റെ കാരണമായി പറഞ്ഞു. അള്ളാഹു താലക്ക് നിർബന്ധിക്കാൻ ആരുമില്ല. ഈ ഹദീസിൽ അത് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അള്ളാഹു താലക്ക് വലുതായിട്ട് ഒന്നുമില്ല എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദുആക്ക് ഉത്തരം സ്വീകരിക്കപ്പെടാതെ ഉണ്ടാവുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊന്നാണിത്. ഈ രൂപത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അതുപോലെ മറ്റു കാരണങ്ങളുണ്ട്. തിരക്ക് കൂട്ടുക, പ്രാർത്ഥനയ്ക്ക് ഇന്ന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ തിരക്ക് കൂട്ടുന്നവൻ എന്താണ്, അവൻ കിട്ടിയിട്ടില്ലെങ്കിൽ നിർത്തിക്കളയും. ആ രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഇബാദത്താണ്. പ്രാർത്ഥന തന്നെ ഇബാദത്താണ്. ഉത്തരം കിട്ടുന്നത് അതിന്റെ നമുക്ക് ബോണസാണ്. അത് അള്ളാഹു താല നമുക്ക് വാഗ്ദാനം നൽകിയ കാര്യവുമാണ്, നൽകുമെന്നുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ഇബാദത്തിലാണ്. അല്ലാഹു മഗ്ഫിർലി എന്ന് പറയുമ്പോൾ തന്നെ അതിന് നിനക്ക് പ്രതിഫലമുണ്ട്. കാരണം നീ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരിക്കുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇബാദത്താണ്. അതിന് അള്ളാഹു നിന്റെ പാപമോചനം നൽകുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മുകളിൽ നൽകുന്ന അവന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. അത് പ്രത്യേകം മനസ്സിലാക്കി ധാരാളമായി പ്രാർത്ഥിക്കുക. ഇത് പറഞ്ഞപ്പോഴാണ് സഹാബികൾ പറഞ്ഞത്, എങ്കിൽ ഞങ്ങൾ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഒരു നഷ്ടവുമില്ലാത്തൊരു കാര്യമാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഒരു നഷ്ടവും അതിലില്ല. ആവർത്തിച്ച് ആത്മാർത്ഥതയോടുകൂടി അതിന്റെ നിബന്ധനകൾ പൂർത്തീകരിച്ച് ഒരാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും അവന് ഗുണമാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷമുള്ള അധ്യായം ബാബുൻ ലാ യഖൂലു അബ്ദി വ അമതി. ഈ അധ്യായത്തിൽ ഒരുവൻ എന്റെ അടിമ, അതുപോലെ എന്റെ അടിമ സ്ത്രീ എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇതും മനുഷ്യൻ പൊതുവെ സംസാരിക്കുന്ന സമയത്തുള്ള ചില അബദ്ധങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വാക്കുകളെ കുറിച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അബ്ദ് എന്നുള്ളത് അടിമ എന്നുള്ള രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. മനുഷ്യന്മാർക്ക് അടിമകൾ ഉണ്ടാകും. അവന്റെ കീഴിൽ പണിയെടുക്കുന്ന യജമാനന് അടിമകൾ ഉണ്ടാകും. എന്നാൽ മുഴുവൻ മനുഷ്യരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കലിമ, ഈ ഒരു പദത്തിന് രണ്ടർത്ഥം വരുന്ന രീതിയാണ്. അല്ലാഹുവിന് മാത്രമേ ഉലൂഹിയത്തുള്ളൂ, ആരാധനക്ക് അർഹൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. ഉബൂദിയത്ത് മുഴുവനും, ആരാധന മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മൾ അടിമകളായിട്ട് നമുക്ക് ആരുമില്ല. പക്ഷെ എന്നാൽ ഭൗതികമായ അടിമകൾക്ക് അടിമകൾ എന്ന് പറയാറുമുണ്ട്. അബ്ദ് എന്നുള്ള വാക്ക് സ്ഥിരപ്പെട്ടതാണ്, ശരീഅത്തിൽ ഉപയോഗിക്കപ്പെട്ട വാക്കാണ്. പക്ഷെ ആ അബ്ദിനെ എന്നിലേക്ക് ചേർത്തിക്കൊണ്ട് അബ്ദി, എന്റെ അടിമ, അമതി, എന്റെ അടിമ സ്ത്രീ എന്ന രൂപത്തിലുള്ള പ്രയോഗത്തെ കുറിച്ചാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇനി ഹദീസിൽ വായിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കിടക്കാം. സഹീഹ് അഥവാ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യഖുൽ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ പറയാൻ പാടില്ല, അത്ഇം റബ്ബക് വദ്ദി റബ്ബക്, നിന്റെ റബ്ബിനെ ഭക്ഷിപ്പിക്കുക, നിന്റെ റബ്ബിനെ വുളു ചെയ്യിപ്പിക്കുക. വൽയഖുൽ സയ്യിദി വ മൗലാ, എന്റെ യജമാനൻ എന്നൊക്കെ പറയുക. വലാ യഖുൽ അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറയാൻ പാടില്ല അബ്ദി വ അമതി, എന്റെ അടിമ, എന്റെ അടിമ സ്ത്രീ എന്നൊന്നും പറയരുത്. വൽയഖുൽ ഫതായ വ ഫതാതി വ ഗുലാമി, എന്റെ യുവാവ്, എന്റെ യുവതി, എന്റെ ഭൃത്യൻ, ആ രൂപത്തിൽ പറയുക എന്നാണ്. ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഒന്നാമതായി പറഞ്ഞത് ലാ യഖുൽ അഹദുക്കും അത്ഇം റബ്ബക വദ്ദി റബ്ബക, നിന്റെ റബ്ബിനെ ഭക്ഷിപ്പിക്കുക, നിന്റെ റബ്ബിനെ വുളു ചെയ്യിപ്പിക്കുക. എന്താണ് മനുഷ്യൻ അങ്ങനെയുള്ള വാക്ക് പറയാനുള്ള കാരണം എന്താണ്? ഒരാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് പറയുകയില്ല. അങ്ങനെ പറഞ്ഞാൽ അത് കുഫ്റാണ്. അത് ഒരാളും പറയുകയില്ല. മറിച്ച് റബ്ബ് എന്നുള്ളത് പൊതുവെ യജമാനനെ ഉപയോഗിക്കാറുണ്ട്. റബ്ബ് എന്നുള്ള ഒരു ഗൃഹനാഥന് റബ്ബുൽ ബൈത്ത് എന്ന് പറയും. ഒരാളുടെ മുതലാളിക്ക് റബ്ബ് എന്ന് ഭാഷയിൽ പറയും. അർബാബ് എന്നുള്ളത് പറയുന്നത് നമുക്കൊക്കെ അറിയുന്ന ആളുകൾ പറയാറുണ്ട്, അർബാബ് എന്ന് പറയാറുണ്ട്. അപ്പൊ അത് പൊതുവെ ഭാഷയിൽ പറയുന്നതാണ്. പക്ഷേ ആ റബ്ബ് എന്നുള്ള വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പേരാണ്. അത് കേൾക്കുമ്പോൾ തന്നെ പൊതുവേ നമ്മുടെ ചിന്തയിലൊക്കെ വരുന്നത് റബ്ബ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിന്തയിൽ അല്ലാഹു തആലയെ കുറിച്ചിട്ടാണ് പേര് നമുക്ക് ചിന്തയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വാക്ക് ഈ രൂപത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു മര്യാദകേടാണ്. അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഫഅത്ഇം റബ്ബക എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറയുന്നു രണ്ട് രൂപത്തിൽ അങ്ങനെ ഒരു സംസാരം വരാം. നമ്മൾ വിചാരിക്കും എവിടെയാണ് സംസാരം വരാം. അപ്പൊ ഒന്ന്, മൂന്നാമതൊരാള് അടിമയോട് പറയാണ്, അതായത് ഒരു വ്യക്തിയോട്, തൊഴിലാളിയോട് അല്ലെങ്കിൽ ആ ഭൃത്യനോട് പറയുകയാണ്, നീ നിന്റെ യജമാനെ ഭക്ഷിപ്പിക്കണം, യജമാനെ വുളു എടുപ്പിക്കണം. അപ്പൊ ആ അർത്ഥത്തിൽ അത്ഇം റബ്ബക്, നീ നിന്റെ റബ്ബിന് ഭക്ഷണം കൊടുക്കണം. യജമാൻ അധ്വാനിച്ചിട്ടും മറ്റും അയാൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുക്കണം
എന്നായിരിക്കും, അല്ലെങ്കിൽ വുളു എടുപ്പിക്കണം എന്നൊക്കെ ഉള്ളത് ഇവൻ അധ്വാനിച്ചിട്ട് ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഈ പറയുന്ന ആള് വേറൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഇത് തന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ, എന്നാലും അത് പാടില്ല എന്ന. ഇനി രണ്ടാമത്, ഈ യജമാനൻ തന്നെ ഒരു വലിയൊരു ഗർവോടുകൂടി സ്വന്തത്തെ ഒന്ന് പൊക്കിക്കൊണ്ട് നീ നിന്റെ യജമാനനെ ഭക്ഷിപ്പിക്കണം, നീ നിന്റെ യജമാനെ വുളു എടുപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ ആ രൂപത്തിൽ, ഈ രണ്ടു വാക്ക് മാത്രമല്ല, ഏതായാലും ആ രൂപത്തിൽ റബ്ബ് എന്നുള്ള വാക്ക്, നിന്റെ റബ്ബ് എന്റെ റബ്ബ് എന്ന രൂപത്തിലേക്കുള്ള വാക്ക് അവിടെ പറയുന്നതുമാണ് വിഷയം, അതും ഇതിൽ പെടുന്നതാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് മുസ്ലിമിൽ പറഞ്ഞു, വലാ യഖുൽ അഹദുക്കും റബ്ബി, എന്റെ റബ്ബ് എന്ന് പറയരുത്. അഥവാ ഏത് വിഷയത്തിൽ, തന്റെ യജമാനന്റെ വിഷയത്തിൽ എന്റെ റബ്ബ് എന്ന അയാളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അതിന്റെ വിഷയം, കൂടുതൽ വിശദാംശം പിന്നീട് വരാം. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെ വിഷയം, വലിയഖുൽ, ഒരാൾ പറയട്ടെ സയ്യിദി വ മൗല, എന്റെ യജമാനൻ എന്നൊക്കെ അവൻ പറയട്ടെ. അതായത് യജമാനനെ റബ്ബി എന്ന് പറയാതെ, യജമാനൻ റബ്ബി എന്ന് പറയാതെ അവൻ സയ്യിദി എന്ന് പറഞ്ഞോട്ടെ. മൗലായ, രണ്ടും യജമാനൻ, നേതാവ് എന്നൊക്കെ അർത്ഥമുള്ള വാക്കാണ്. ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചോട്ടെ, റബ്ബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് എന്നാണ്. പിന്നെ പറഞ്ഞു, വലാ യഖുൽ അഹദുക്കും അബ്ദി വ അമതി, നിങ്ങളിൽ ഒരാൾ എന്റെ അടിമ, അഥവാ യജമാനനെ തിരിച്ച് എന്റെ അടിമ, എന്റെ അടിമ സ്ത്രീ എന്ന വാക്കും ഉപയോഗിക്കാതിരിക്കട്ടെ. വല്യഖുൽ, അവൻ ഇങ്ങനെ ഉപയോഗിച്ചോളട്ടെ, ഫതായ, എന്റെ യുവാവ്, അതായത് താഴെ പണിയെടുക്കുന്ന ആളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫതാത്തി, എന്റെ യുവതി, ഗുലാമി, എന്റെ ഭൃത്യൻ എന്ന് താഴെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചില റിവായത്തിൽ ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്നതിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖൂലന്ന അഹദുക്കും അബ്ദി, നിങ്ങളിൽ ഒരാളും എന്റെ അടിമ എന്ന് പറയരുത്. ഫകുല്ലുക്കും അബീദുല്ലാഹ്, നിങ്ങളിൽ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്. നിങ്ങളെല്ലാവരും അടിമകളായി, വിളിക്കുന്നവനും അള്ളാഹിന്റെ അടിമയാണ്. അതുകൊണ്ട് നീ മറ്റൊരാൾ എന്റെ അടിമ നീ പറയരുത്. വലാകിൻ യഖുൽ ഫതായ, അതുപോലെ എന്റെ യുവാവ് എന്നൊക്കെ പറഞ്ഞാൽ മതി. വലാ യഖുൽ അബ്ദു റബ്ബി, അതുപോലെ ഒരു അടിമ എന്റെ റബ്ബ് എന്ന് പറയരുത്. വലാകിൻ യഖുൽ സയ്യിദ്, എന്റെ സയ്യിദ് എന്ന് പറഞ്ഞാൽ മതി എന്നാണ്. അതുപോലെ വേറെ റിവായത്തിൽ കാണാം, ലാ യഖുലന്ന അഹദുക്കും അബദി വമതി, എന്റെ അടിമ, എന്റെ അടിമസ്ത്രീ എന്ന് പറയരുത്. കുല്ലുക്കും അബീദുല്ലാഹ് വകുല്ലു നിസായിക്കും ഇമാഉല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിന്റെ അടിമകളാണ്, നിങ്ങളിൽ എല്ലാ സ്ത്രീകളും അള്ളാഹുവിന്റെ അടിയാത്തികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അപ്പൊ ഈ ഹദീസുകളിലൊക്കെ ചില മസ്അലകൾ വരുന്നുണ്ട്. അതിലൊന്നാമത്തത് റബ്ബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ്. റബ്ബ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അതിൽ തന്നെ സഹോദരങ്ങളെ വിശദീകരണമുണ്ട്, എങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്നതനുസരിച്ചിട്ട് അതിന് വിശദീകരണമുണ്ട്. ഒരാൾ അർ റബ്ബ്, അലിസ്ലാം ഇട്ടുകൊണ്ട് അർ റബ്ബ് എന്നുള്ളതാണ് വിളിക്കുന്നതെങ്കിൽ, ഒരാൾ അർ റബ്ബ് എന്ന രൂപത്തിലാണ് വിളിക്കുന്നത് എങ്കിൽ അത് ഹറാമാണ്. അങ്ങനെ ഒരിക്കലും വിളിക്കാൻ പാടില്ല. അർ റബ്ബ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതല്ലെങ്കിൽ മനുഷ്യന് ഒരിക്കലും യോജിക്കാത്തതിലേക്ക് ചേർത്തി പറഞ്ഞുകൊണ്ട് റബ്ബുൽ ആലമീൻ, അത് അല്ലാഹു തആല മാത്രമാണ്. അങ്ങനെ മനുഷ്യന് യോജിക്കാത്തൊരു കാര്യത്തിലേക്ക് റബ്ബുസ് സമാവാതി വൽ അർദ്, റബ്ബുൽ ആലമീൻ, റബ്ബുൽ ഇൻസി വൽ ജിൻ, ഇതൊന്നും ഒരു മനുഷ്യന് ഒരിക്കലും റബ്ബ് എന്ന് പറഞ്ഞ് ചേർത്തി പറയാൻ പറ്റാത്ത വാക്കുകളാണ്. അങ്ങനെയുള്ളതും പാടില്ല. ഇതൊക്കെ അല്ലാഹു തആലയെ മാത്രമേ ആ രൂപത്തിൽ വിളിക്കാൻ പാടുള്ളൂ. ഇനി രണ്ടാമത്തെ ചില പദപ്രയോഗങ്ങൾ, ആ പദപ്രയോഗത്തിൽ തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയായി സാദൃശ്യമില്ല എന്നറിയിക്കുന്ന പദപ്രയോഗങ്ങളാണെങ്കിൽ അതും തെറ്റില്ല എന്നാണ്. ഇപ്പോ ഇമാം മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഹദീസു ജിബ്രീലിൽ, അതിന്റെ അവസാനത്ത് അലാമത്തു സാഅ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ ഒരു അടയാളം പറയുന്നുണ്ട്, അൻതലിദൽ അമതു റബ്ബതഹ, ഒരു അടിയാത്തി അവൾ യജമാനത്തിയെ പ്രസവിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാളിന്റെ അടയാളമായി പല കാരണങ്ങൾ, അതിന്റെ വിശദീകരണം പലതും പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം പല പണ്ഡിതന്മാർ പറഞ്ഞത് ഉഖൂഖുൽ വാലിദൈന, മാതാപിതാക്കളെ അനുസരണക്കേട് കാണിക്കുക എന്നുള്ളതാണ്. കാരണം പ്രസവിക്കുന്ന കുട്ടി യജമാനത്തിയെ പോലെയാണ് മാതാപിതാക്കളോട് പെരുമാറുന്നത്. അത് മാതാപിതാക്കളോട് കാണിക്കുന്ന അനുസരണക്കേടാണ്, അത് അന്ത്യനാളിന്റെ അടയാളമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ റബ്ബത്ത് എന്നുള്ള പ്രയോഗമാണ് ഉപയോഗിച്ചത്. റബ്ബത്ത് എന്നുള്ളത് മുഅന്നസായ പ്രയോഗമാണ്, സ്ത്രീലിംഗമാണ്. റബ്ബ് എന്ന് പറയുന്ന വാക്കിന്റെ സ്ത്രീലിംഗമാണ് റബ്ബത്ത്. അപ്പൊ അത് ഉപയോഗിക്കുന്നതിൽ എന്തില്ല, ഒരു ഇഷ്കാല് വരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അങ്ങനെ ഉപയോഗിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് ആ ഉപയോഗത്തിന് തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അത് ഉപയോഗിച്ചത്, അത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ ചില റിവായത്തിൽ അൻ തലിദൽ അമതു റബ്ബഹ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, പുല്ലിംഗ പദമായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ബുഖാരിയിൽ മുസ്ലിമിലൊക്കെ വന്ന ചില റിവായത്തിൽ അൻ തലിദൽ അമതു റബ്ബഹ, അവളുടെ യജമാനനെ പ്രസവിക്കുക എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയും പണ്ഡിതന്മാർ പറഞ്ഞു ഇതിലും ഇഷ്കാലില്ല. കാരണം ഇവിടെ പ്രസവിക്കപ്പെടുന്ന ഒരാളായിട്ടാണ് റബ്ബിനെ പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഒരിക്കലും അല്ല എന്നുള്ളത് വ്യക്തമാണ്.
അതുകൊണ്ട് അങ്ങനെ ഒരു സാദൃശ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ അള്ളാഹു തആലയോട് ഒരിക്കലും സാദൃശ്യം ഉണ്ടാക്കുകയില്ല എന്ന് തോന്നുന്ന രൂപത്തിലുള്ള സന്ദർഭങ്ങളിലും അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് പ്രത്യേകം വിശദീകരിച്ചിരുന്നത് ഇതൊക്കെ പഠിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ ആരെങ്കിലും ഈ ഹദീസുകളൊക്കെ കാണുമ്പോൾ ഇതെന്താ ഇങ്ങനെ റബ്ബ് എന്ന് ഉപയോഗിച്ചത് എന്ന് സംശയം ഉണ്ടാകേണ്ടതില്ല. വളരെ വ്യക്തമാണ് ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്ന് സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിച്ചത്, രണ്ടാമത്തെ റിവായത്തിൽ അത് പ്രസവിക്കപ്പെടുന്ന എന്നർത്ഥത്തിൽ തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. അതൊരിക്കലും അള്ളാഹു തആലയ്ക്ക് യോജിക്കുന്ന കാര്യമല്ല. അല്ലദീ ലം യലിദ് വലം യൂലദ്. മൂന്നാമത്തെ കാര്യം, റബ്ബ് എന്നുള്ളത് തക്ലീഫില്ലാത്ത, അള്ളാഹുവിന്റെ നിയമങ്ങൾക്കൊന്നും ബാധ്യത ഇല്ലാത്ത നിർജീവ വസ്തുക്കളിലേക്കൊക്കെ ചേർത്തി പറയുകയാണ് എങ്കിൽ എന്താണ് എന്നാണ്, ജായിസാണെന്നാണ് പറയുന്നത്. ഇപ്പൊ റബ്ബുദ്ദാർ, വീടിന്റെ റബ്ബ്, ഗൃഹനാഥൻ എന്ന് നമ്മൾ പറയുന്നത് ആ നിലക്കാണ് റബ്ബുദ്ദാർ. അല്ലെങ്കിൽ റബ്ബുദ്ദാബ, ഒരു മൃഗത്തിന്റെ വാഹന മൃഗത്തിന്റെ റബ്ബ്. അപ്പൊ ആ രൂപത്തിൽ പറയുകയാണ് എങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അത് തെറ്റില്ലാത്ത പ്രയോഗമാണ്. റബ്ബ് എന്നുള്ളത് നിർജീവ വസ്തുക്കളിലേക്ക് ചേർത്തി പറയുകയാണ്. വീട്ടിന്റെ റബ്ബ് അല്ലെങ്കിൽ ഇന്നതിന്റെ വാഹനത്തിന്റെ റബ്ബ്, ആ രൂപത്തിൽ പറയുന്നത് തെറ്റില്ല എന്നാണ് പറയുന്നത്. നാലാമത്തത് സഹോദരങ്ങളെ, റബ്ബ് എന്നുള്ളത്, ഈ വിഷയത്തിലാണ് പിന്നീട് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുള്ളത്. റബ്ബ് എന്നുള്ളത് തക്ലീഫുള്ള, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിക്കാൻ ബാധ്യസ്ഥരായ മനുഷ്യരിലേക്കും മറ്റുമൊക്കെ റബ്ബ് എന്നുള്ള വാക്ക് ചേർത്തി പറയുക എന്ന വിഷയമാണ് പിന്നീട് വരുന്നത്. ഇതിൽ ഇപ്പോ റബ്ബി എന്ന് പറയുമ്പോൾ എന്റെ റബ്ബ് അല്ലെങ്കിൽ റബ്ബുക്ക, നിന്റെ റബ്ബ്, ഞാനും നീയൊക്കെ അള്ളാഹുവിന്റെ മുക്കല്ലഫാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിധിവിലക്കനുസരിച്ച് പാലിക്കേണ്ട ആളുകളാണ്. അപ്പൊ ആ രൂപത്തിൽ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് കറാഹത്താണെന്ന് പറയുന്നു. എന്നാൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പല പണ്ഡിതന്മാരും ഇത് ഹറാമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയാൻ പാടില്ല. റബ്ബി, എന്റെ റബ്ബ് എന്ന് ആരെക്കുറിച്ച് പറയാൻ പാടില്ല? തന്റെ യജമാനെ കുറിച്ച് പറയാൻ പാടില്ല. അല്ലെങ്കിൽ റബ്ബുക്ക, നിന്റെ യജമാൻ എന്ന അർത്ഥത്തിൽ ഒരാളോടും അങ്ങനെ റബ്ബുക്ക എന്ന രൂപത്തിൽ പറയാൻ പാടില്ല. ഈ രൂപത്തിലൊക്കെ അത് വിശദീകരിച്ച് ഈ 4 രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റബ്ബ് എന്നുള്ള വാക്ക് സഹോദരങ്ങളെ ഇങ്ങനെ പ്രത്യേകമാക്കപ്പെട്ട വസ്തുക്കളിലേക്ക് ചേർക്കുമ്പോഴാണ് നമുക്ക് പറയാൻ അനുവാദമുള്ളത്. റബ്ബുൽ ബൈത്ത് എന്നോ റബ്ബുദ്ദാറെന്നോ റബ്ബു സയ്യാറ റബ്ബുദ്ദാബ എന്നൊക്കെ പറയുമ്പോൾ അത് തെറ്റില്ല. അതൊരു ഉടമസ്ഥൻ, ആ സാധനത്തിന്റെ ഉടമസ്ഥൻ എന്ന അർത്ഥത്തിലേക്ക് അത് ഒതുങ്ങുന്നതാണ്. അത് അനുവദനീയമാണ്. അതല്ലാത്ത രൂപത്തിൽ പറയരുത് എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തേത് സയ്യിദ് എന്നുള്ള വാക്ക് പ്രയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. സയ്യിദ് എന്നുള്ള വാക്ക്, അസ്സയ്യിദ്, ഇവിടെയും നേരത്തെ റബ്ബിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ അസ്സയ്യിദ് എന്നുള്ള വാക്ക് ഒരാൾ ഉപയോഗിച്ചിട്ട് അത് അസിയാദത്തുൽ മുത്തലഖ, നിരുപാധികമായ യജമാനത്വം, അയാൾക്ക് മുഴുവൻ കാര്യങ്ങളുടെയും എല്ലാത്തിന്റെയും യജമാനൻ എന്ന രൂപത്തിൽ ഒരാൾ സയ്യിദ് എന്ന് വിളിക്കുമ്പോൾ മറ്റൊരാളെ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ഒരിക്കലും വിളിക്കാൻ പാടില്ല. അല്ലെങ്കിൽ സയ്യിദ് എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് അതിലൊരു അതിരു കവിയൽ, ഗുലുവുണ്ടെങ്കിൽ അങ്ങനെയും പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഒരിക്കൽ ബനു ആമിർ ഗോത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചപ്പോൾ അവർ ആ സന്തോഷത്തിൽ കണ്ടുമുട്ടിയപ്പോൾ പറഞ്ഞു, അൻത സയ്യിദുനാ, താങ്കൾ ഞങ്ങളുടെ സയ്യിദാണ്, നേതാവാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ആ പറയുന്നത് ഒരുതരം അതിര് കവിയലിന്റെ സ്വഭാവമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിനെ സംരക്ഷിച്ചുകൊണ്ട് ശിർക്കിലേക്ക് എത്തുന്ന മുഴുവൻ വാക്കുകളും പ്രവൃത്തികളും അതിന് കോട്ടയിട്ടുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, അസ്സയ്യിദ് അല്ലാഹു തബാറക വ തആല, അസ്സയ്യിദ് എല്ലാത്തിന്റെയും യജമാനൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ സഹോദരങ്ങൾ, ഇത് കേവലം ഷിർക്കിനോട് സാദൃശ്യമുള്ള, യഥാർത്ഥത്തിൽ ആ വാക്ക് കൊണ്ട് ഒരാൾക്ക് ഷിർക്കല്ലാത്തത് ഉദ്ദേശിക്കാം, പക്ഷെ അതിലൊരു ലാഞ്ചനയുണ്ട് എന്ന് കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്ത് പറയുകയാണ്. എന്നിട്ടാണ് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചിട്ട് നാളെയുള്ള കാര്യങ്ങൾ അറിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ അവിടുന്ന് മിണ്ടിയിട്ടില്ല എന്നൊക്കെ കളവ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശക്തമായി എതിർത്ത് ആ പാടിയ ആളുകളോട് അത് വിമർശിക്കുകയാണ് ഉണ്ടായത്. അത് പാടാൻ പാടില്ല എന്നാണ്. ഇവിടെ നോക്കൂ, സയ്യിദുന എന്നുള്ള വാക്ക് അത് ആ രൂപത്തിൽ പോലുമല്ല, പക്ഷെ അവിടുന്ന് പറഞ്ഞു അസ്സയ്യിദ് അല്ലാഹ് തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അസ്സയ്യിദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ രൂപത്തിലാണ് എങ്കിൽ സയ്യിദ് എന്നുള്ള വാക്ക് വിളിക്കാൻ പാടില്ല. ഇനി അതുപോലെ തന്നെ സയ്യിദ് എന്ന് ഉപയോഗിക്കപ്പെടാൻ പാടില്ല. ചില ആളുകൾ അവർ ആരാധിക്കുന്ന ഖബറിലും മറ്റും കിടക്കുന്ന വലിയകളെ സയ്യിദ് എന്ന് വിളിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രയാസമായിട്ട് നിൽക്കുന്ന സമയത്ത് ആ സയ്യിദിന്റെ അടുക്കലേക്ക് പോകും, ഇദ്ഹബു ഇലാ ഹാദ സയ്യിദ്
എന്ന രൂപത്തിലൊക്കെ അവർ സംസാരിക്കും. ആ ഖബറിലുള്ള നേതാവിന്റെ അടുക്കിലേക്ക് പോകൂ. ഇത് വ്യക്തമായ ശിർക്കൻ വാചകമാണ്. ആ രൂപത്തിൽ അത് സംസാരിക്കാൻ പാടില്ല. എൻ സഹോദരങ്ങൾ, എപ്പോഴാണ് സംസാരിക്കാൻ അനുവാദമുള്ളത്? എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനപ്പേര് പറയാൻ വേണ്ടി മാത്രം നേതാവ് എന്നുള്ള നിലക്ക്, സയ്യിദ് എന്നുള്ള നിലക്ക് ഒരാൾക്ക് പേര് പറയുകയാണ് എങ്കിൽ അത് തെറ്റില്ല. കാരണം ഈ ഹദീസിൽ പറഞ്ഞല്ലോ, മൗലായ റബ്ബി എന്ന് പറയാതെ ഒരാൾ എന്ത് പറഞ്ഞാൽ മതി, വലിയ കുൽ സയ്യിദി എന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ നേതാവ് എന്ന് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്, അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ്, നേതാവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൂമു ഇലാ സയ്യിദിക്കും, നിങ്ങൾ നിങ്ങളുടെ നേതാവിന് എഴുന്നേൽക്കുക, നേതാവിന് വേണ്ടി നിൽക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബ്നി ഹാദാ സയ്യിദുൻ, എന്റെ ഈ മകൻ തീർച്ചയായും നേതാവാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അബൂബക്കർ സയ്യിദുന വഅതക സയ്യിദന, അബൂബക്കർ ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങളുടെ നേതാവിനെ മോചിപ്പിക്കുകയും ചെയ്തു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു അത്. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനെ ഒരു സ്ഥാനപ്പേര് കുറിക്കാൻ വേണ്ടി മാത്രം സയ്യിദാണ്, നേതാവാണ്, ഒന്നതിന്റെ നേതൃത്വത്തിലുള്ള ആളാണ്, അല്ലെങ്കിൽ അതിനുള്ള കഴിവുള്ള ആളാണ് എന്നൊക്കെയാണ് എങ്കിൽ സയ്യിദ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ്. എന്നാൽ അതൊരിക്കലും മുനാഫിക്കുകളെ കുറിച്ച്, വളരെ മോശപ്പെട്ട ആളുകളെ കുറിച്ച് സയ്യിദ് എന്ന് പറയാൻ പാടില്ല എന്നതുകൂടി ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഖൂലു ലിൽ മുനാഫിഖി സയ്യിദുൻ, നിങ്ങൾ മുനാഫിക്കുകളെ സയ്യിദ് എന്ന് വിളിക്കാൻ പാടില്ല. ഫഇന്നഹു ഇയകു സയ്യിദൻ ഫഖദ് അസ്ഖത്തുകും ഫഖദ് അസ്ഖത്തും റബ്ബക്കും അസ്സ വജൽ, കാരണം അവനെ നിങ്ങൾ സയ്യിദ് എന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ കോപത്തിലാക്കുകയാണ്, റബ്ബിന്റെ കോപം വരുത്തി വെക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലാ തഖൂലു ലിൽ മുനാഫിഖി സയ്യിദുന, മുനാഫിഖുകളെ കുറിച്ച് സയ്യിദുന എന്ന് പറയാൻ പാടില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത സാലിഹ്യങ്ങളായ നല്ലവരായ ആളുകളെ കുറിച്ച് അവർ ഏതെങ്കിലുമൊക്കെ നേതൃത്വ സ്ഥാനത്തിലുണ്ടെങ്കിൽ ആ സ്ഥാനത്തെ കുറിക്കാൻ സയ്യിദ് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ വാക്ക് മൗലായ എന്ന് പറയുന്ന, എന്റെ യജമാനൻ എന്ന അർത്ഥം വരുന്ന മറ്റൊരു വാക്കാണ് മൗല എന്നുള്ളത്. മൗലായ, എന്റെ യജമാനൻ എന്ന വാക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ വാക്കും സഹോദരങ്ങളെ നിരുപാധികമായ ഒരർത്ഥത്തിലാണ്, എല്ലാത്തിന്റെയും യജമാനൻ എന്ന അർത്ഥത്തിലാണ്. നേരത്തെ നമ്മൾ സയ്യിദ് എന്ന് പറഞ്ഞതുപോലെയാണ് എങ്കിൽ അങ്ങനെ അത് ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ അതല്ലാത്ത രൂപത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെ കുറിച്ചിട്ട് ആ ഒരു സ്ഥാനം അറിയിക്കാൻ വേണ്ടിയാണെങ്കിൽ പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് വലിയ കുൽ സയ്യിദി വ മൗല, എന്റെ യജമാനൻ എന്ന രൂപത്തിലൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് ആ രൂപത്തിലാണ് എങ്കിൽ അനുവദനീയമാണ്. മറ്റു തെറ്റുകളൊന്നും അതിലില്ല എങ്കിൽ അത് അനുവദനീയമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നാലാമത്തത് അബ്ദി വ അമതി എന്ന് വിളിക്കുക എന്നുള്ളതാണ്. അതാണ് അദ്ദേഹം ഈ അധ്യായത്തിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ അബ്ദി അമതി എന്ന് വിളിക്കുന്നത് പാടില്ലാത്ത കാര്യമാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് കറാഹത്താണ്, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, യാ ഉൽ മുതകല്ലിമിലേക്ക്, സ്വന്തത്തിലേക്ക് അബ്ദി എന്ന് യാ കൂട്ടി വിളിക്കുകയാണ് എങ്കിൽ അത് ഹറാമാണ്, അങ്ങനെ ഒരിക്കലും വിളിക്കാൻ പാടില്ല. കാരണം ഹദീസിൽ ആ രൂപത്തിൽ വിലക്കാണ് വന്നത്, വലാ യഖുൽ അഹദുക്കും അബ്ദി വഅമതി, നിങ്ങൾ ഒരാളും എന്റെ അടിമ സ്ത്രീ എന്ന് വിളിക്കരുത് എന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്നും തെറ്റിക്കുന്ന കറാഹത്താണെന്ന് അറിയിക്കുന്ന മറ്റ് അനുവദനീയമായ രംഗങ്ങളൊന്നും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ടത് ഹറാമാണ് എന്നത് തന്നെ മനസ്സിലാക്കണം. എന്നാൽ അബ്ദ് ഇന്ന ഇതിലേക്ക് ചേർത്തിയിട്ടാണെങ്കിലോ അത് പറയാവുന്നതാണ്. ഇബാദ് ഇന്ന രൂപത്തിലേക്ക് അബ്ദി എന്നല്ലാതെ മറ്റു രൂപത്തിൽ അത് ചേർത്തി പറയുകയാണ് എങ്കിൽ അത് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം അധ്യായം സഹോദരങ്ങളെ, ബാബുൻ ലാ യുറദ്ദു മൻ സഅല ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ചോദിച്ചവന്റെ ചോദ്യം തള്ളപ്പെടാൻ പാടില്ല, അത് തട്ടിക്കളയാൻ പാടില്ല എന്നറിയിക്കുന്ന അധ്യായമാണ്. എന്താണ് ഈ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള ഹദീസ്? അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇസ്തആദ ബില്ലാഹ് ഫഅഈദു, ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ട് രക്ഷ തേടിയാൽ അവന് നീ രക്ഷ നൽകണം എന്നാണ് ഒന്നാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഒരാൾ രക്ഷ തേടും, ഇനി അള്ളാഹുവിന്റെ പേരിൽ എനിക്ക് രക്ഷ നൽകണം എന്ന് പറഞ്ഞ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് രക്ഷ നൽകണമെന്നാണ്. ഒരാൾ പറയുകയാണ് മറ്റൊരാളോട്, നിന്റെ ഷർറിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു, അള്ളാഹുവിന്റെ പേരിൽ ഞാൻ രക്ഷ ചോദിക്കുന്നു നിന്റെ ഷർറിൽ നിന്ന് പറഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഉപദ്രവിക്കാൻ പാടില്ല.
അല്ലെങ്കിൽ വേറൊരാളുടെ ഷർറിൽ നിന്ന് ഞാൻ അള്ളാഹുവിന്റെ പേരിൽ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളെ സഹായിക്കണം. ഫഈദൂ, അവന് രക്ഷ നൽകണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം പറഞ്ഞുകൊണ്ട് ഒരാൾ രക്ഷ ചോദിക്കുമ്പോൾ നമ്മൾ അത് ഗൗനിക്കാതെ നിൽക്കാൻ പാടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഗൗനിക്കാതിരിക്കാൻ പാടില്ല. ആ ചോദിക്കുന്ന റബ്ബിന്റെ പേരിലാണ് അവൻ ചോദിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലാണ് രക്ഷ ചോദിച്ചത്. അത് പരിഗണിച്ചിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? അവനെ രക്ഷ നൽകേണ്ടതുണ്ട് എന്നാണ്. എന്നാൽ ഇതിനൊരു നിബന്ധനയുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റുന്ന, രക്ഷ കൊടുക്കാൻ പറ്റുന്ന വിഷയത്തിലായിരിക്കണം. അഥവാ അവൻ ചിലപ്പോൾ ചില ഹറാമുകൾക്ക് വേണ്ടി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പാടില്ല. ഒരാൾ പറയുകയാണ് ഔദു ബില്ലാഹി മിൻ അൻ തംനഅനി മിനൽ ഗീബ, നീ എന്നെ ഗീബത്തിൽ നിന്നും തടയുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിന്റെ പേരിൽ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തടയാതിരിക്കുക എന്നുള്ളതല്ല, തടയണം. അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും ഒരു ദുൽമ ഇവൻ ചെയ്യുന്നത് അത് നീ എന്നെ തടയുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിന്റെ പേരിൽ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അത് വിട്ടുകൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞാണ് ഒരു മോഷ്ടാവ് അയാൾ കൈ ഛേദിക്കാൻ പോകുന്ന സമയത്ത്, ഖിസാസ് നടപ്പാക്കാൻ പോകുന്ന സമയത്ത് അയാൾ ഖാളിയോട് പറയുകയാണ്, ഹാക്കിമിനോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പേരിൽ ഞാനിതാ രക്ഷ ചോദിക്കുന്നു, നിങ്ങൾ ഈ കൈ മുറിക്കുന്നതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കേണ്ടതില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമമാണ് മോഷ്ടിച്ച ആണും പെണ്ണും അത് അവന്റെ കൈ ഛേദിക്കപ്പെടുമെന്നുള്ളത് അള്ളാഹുവിന്റെ നിയമമാണ്. അപ്പോൾ ജായിസായ കാര്യത്തിന് മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അനുവദനീയമായ ഒരു കാര്യം ഇവൻ ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വെറുതെ ചോദിക്കുന്നത് പോലെ ആകരുത് എന്ന്. വെറുതെ ഒരാൾ വന്ന് രക്ഷ ചോദിക്കുന്നത് പോലെയല്ല. അള്ളാഹിന്റെ പേരിൽ ഒരാൾ രക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റബ്ബിന്റെ പേരിനോടുള്ള, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതിനോടുള്ള ആ ഒരു പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ അതിനെ ഗൗനിക്കണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം വമൻ സഅല ബില്ലാഹ് ഫഅതു, ആരെങ്കിലും അള്ളാഹുവിന്റെ പേരിൽ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നീ നൽകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ചോദ്യവും വ്യത്യസ്തമാണ്. ഒരാൾ വാജിബായ, അയാൾക്ക് കിട്ടേണ്ട നിർബന്ധമായ ഒരു അവകാശത്തെ കുറിച്ചിട്ടാണ് അള്ളാഹുവിന്റെ പേരിൽ ചോദിച്ചത് എങ്കിൽ നമുക്ക് രണ്ട് നിർബന്ധമായി. ഉദാഹരണത്തിന് ഒരാൾ മറ്റൊരാൾക്കൊരു കടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ കടം ബാധ്യതയുള്ള വ്യക്തി, കടം കൊടുക്കേണ്ട വ്യക്തി മറ്റേയാളോട്, ബാധ്യതയുള്ള വ്യക്തിയോട് കടം നൽകിയ ആള് അതിന്റെ സമയമായപ്പോ ചോദിച്ചു, നീ അന്ന് നൽകിയ 1,00,000 രൂപ, ഞാൻ നിനക്ക് അന്ന് നൽകിയ 1,00,000 രൂപ നീ തിരിച്ചു തരണം എന്ന് ചോദിക്കുകയാണെന്ന് വിചാരിക്കാം. അള്ളാഹുവിന്റെ പേരിൽ ഞാനിതാ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് രണ്ട് ബാധ്യതയായി. കാരണം കടത്തിന്റെ സമയമായ കൊടുക്കൽ എന്തായാലും ബാധ്യതയാണ്, നിർബന്ധ ബാധ്യതയാണ്. സമയമായാൽ കൊടുക്കൽ നിർബന്ധ ബാധ്യതയാണ്, അല്ലെങ്കിൽ കുറ്റക്കാരനാകും. കാരണം അയാൾ പറഞ്ഞ സമയമായിട്ടുണ്ട്. പിന്നെ മറ്റ് ഒഴുകഴിവ് പറയാൻ പാടില്ല, പ്രത്യേകിച്ച് എടുത്ത് കൊടുക്കണം. അതോടൊപ്പം അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് എങ്കിൽ അവന് രണ്ട് ബാധ്യതയായി. റബ്ബിന്റെ പേര് വെച്ചിട്ടാണ് ചോദിച്ചത്, നിർബന്ധമായിട്ടും അവന് കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. ഒരു ഉപ്പ മകനോട് പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ നീ എന്നോട് മോശമായി പെരുമാറുന്നതിനെ കുറിച്ച് പെരുമാറാതിരിക്കാൻ ഞാനിത് നിന്നോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ എന്നോട് നല്ല നിലയിൽ പെരുമാറണം എന്നുള്ളത് ഞാൻ അള്ളാഹുവിന്റെ പേരിൽ നിന്നോട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് നിർബന്ധമാണ്. ഉപ്പാനോട് നല്ല രീതിയിൽ പെരുമാറുക, ബിർറ് കാണിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഉപ്പ അള്ളാഹിന്റെ പേരിൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഔജബായി, വാജിബ് ഔജബായി, നിർബന്ധം അതിനിർബന്ധമായ കാര്യമായി മാറുകയാണ്. രണ്ടാമത്തെ സഹോദരങ്ങളെ, ഒരു ഹറാമായ കാര്യമാണ് അള്ളാഹുവിന്റെ പേരിൽ ഒരാൾ ചോദിക്കുന്നതെങ്കിൽ അത് അറിയാവുന്നതാണ്, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അള്ളാഹിന്റെ പേരിനോട് ചോദിക്കുക എന്നുള്ളത് കൊണ്ട് അത് കൊടുക്കാൻ പാടില്ല. അള്ളാഹിന്റെ പേരിൽ ഞാൻ എന്നൊരു സിഗരറ്റ് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ പേരിൽ ഞാൻ ചോദിക്കുന്നു പറഞ്ഞ സഹോദരങ്ങൾ, അവൻ സാധാരണ ചോദിക്കുന്നതിനേക്കാളും ഇരട്ടി കുറ്റം ഈ ചോദിക്കുന്നവരുണ്ട്. കാരണം ഒരു ഹറാം ഒരാൾ മറ്റൊരാൾ ചോദിച്ചാൽ തന്നെ കുറ്റമാണ്. അള്ളാഹുവിന്റെ പേര് കൂടി അവൻ പറഞ്ഞാൽ അള്ളാഹുവിന്റെ പേര് ബഹുമാനിക്കാതെ അത് ഉപയോഗിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അവന് കൂടുതൽ കുറ്റം കിട്ടും. ചോദിക്കപ്പെട്ടവൻ അത് കൊടുക്കാനും പാടില്ല. മൂന്നാമത്തെ ചോദ്യം സഹോദരങ്ങളെ, ഒരാൾക്ക് ആ ചോദിക്കപ്പെട്ട വസ്തു നൽകുമ്പോൾ വലിയ പ്രയാസമുണ്ടാകുന്ന കാര്യമാണെങ്കിൽ അവൻ കൊടുക്കേണ്ടതില്ല എന്നാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ കയ്യിൽ അത്യാവശ്യം പണമുണ്ട്. ഈ പണമാണെങ്കിൽ അയാൾക്ക് ഒരു രോഗിക്ക് വേണ്ടി, തന്റെ ഉപ്പാക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലൊരാൾക്കോ വേണ്ടി ചെലവഴിക്കേണ്ട ഒരു പണം. അപ്പോൾ ഒരാൾ വന്നിട്ട് ഇത് കണ്ടപ്പോൾ ചോദിച്ചത്, അള്ളാഹിന്റെ പേരിൽ ഞാൻ നിന്റെ പോക്കറ്റിലുള്ള പണം ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് പ്രകാരം ഫഅതു, അവന് കൊടുക്കണം എന്നർത്ഥമാക്കുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം ഇത് ഇയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ചികിത്സയ്ക്ക് വേണ്ട പണം ഇല്ലാതായി പോകും. ചികിത്സക്ക് വേണ്ട പണം ഇല്ലാതായി പോകും. അപ്പോൾ ആ നിലക്ക് അത് കൊടുക്കേണ്ടതില്ല. നിനക്കൊരു വലിയൊരു മശക്കത്ത് ഉണ്ടാകുക എന്നുള്ളത് ശരീഅത്ത് ഒരിക്കലും അനുവദിക്കുന്ന കാര്യമല്ല. നിനക്ക് തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ട് മറ്റൊരാളെ സഹായിക്കാന്നല്ല.
ചില ആളുകൾ അങ്ങനെ വിവരമില്ലാത്ത പണി ചെയ്യും. സ്വന്തം ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാനുണ്ടാവില്ല, അല്ലെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും കൊടുക്കാനുണ്ടാവില്ല. എന്നിട്ട് വേറെ ആരെങ്കിലും ചോദിച്ചാൽ എടുത്തു കൊടുത്തിട്ട് ഇവരോടൊന്നും പരമായി പെരുമാറുക എന്നുള്ളത് അതൊരിക്കലും ശറഅ് പറഞ്ഞ കാര്യമല്ല. അയാൾ ചോദിച്ചുകൊണ്ട് ഞാൻ കൊടുത്തു, ഇനിയിപ്പോ ഒന്നുമില്ലാതെ പോകുക എന്നുള്ളതല്ല. ഇത്ര വലിയൊരു മശക്കത്തിലേക്ക് നിന്നെ തള്ളിവിടുന്നതാണ് എങ്കിൽ ആ ചോദ്യത്തിന് നീ ഉത്തരം കൊടുക്കേണ്ടതില്ല. അതിനർത്ഥം അവനെ ആട്ടി അകറ്റുക എന്നുള്ളതല്ല. അവനോട് കാര്യം പറയുക, എനിക്ക് ഈ ഒരു പണമേ ഉള്ളൂ, ഇത് ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് അവനെ ആട്ടാതെ മനസ്സിലാക്കി തിരിച്ചുവിടുക എന്നുള്ളതാണ്. അതായത് ഇവൻ ആ ബാധ്യത വരുന്നില്ല, ഈ ഹദീസ് പ്രകാരം ആ ബാധ്യത വരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. നാലാമത്തതും ഇതുപോലെ തന്നെയാണ്. പരിധി വിട്ടൊരു ചോദ്യമാണ് ഈ ചോദിച്ചത് എങ്കിൽ അത് വലിയൊരു കാര്യമാണ് ചോദിച്ചത്, ചെറിയ നിസ്സാര കാര്യമൊന്നല്ല, അങ്ങനത്തെ വലിയൊരു കാര്യമാണ് ഒരാൾ ചോദിച്ചത് എങ്കിൽ അവിടെ അങ്ങനെ തന്നെയാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് വിശദീകരിക്കുന്ന സമയത്ത് പറയാം, ഒരാളുടെ കയ്യിൽ 2 കാറുണ്ട്, മറ്റൊരാൾ വന്ന് ചോദിക്കുകയാണ് ഇത് അള്ളാന്റെ പേരിൽ ഞാൻ മറ്റേ ഒരു കാർ ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കാർ എടുത്ത് കൊടുക്കണം എന്നില്ല. കാരണം വലിയൊരു കാര്യമാണ് ചോദിച്ചത്, ചെറിയ നിസ്സാരമായ എന്തെങ്കിലുമൊക്കെ കാര്യമല്ല ചോദിച്ചത്, വലിയൊരു കാര്യമാണ് ചോദിച്ചത്. അവിടെയും അവൻ എന്തില്ല, നിർബന്ധമില്ല. അതാണ് നമ്മൾ പറയുന്നത്. അയാൾക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം, അത് അയാളുടെ കാര്യമാണ്. അയാൾക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. ഒരാൾ വന്ന് ചോദിച്ചാൽ അയാൾക്ക് വേണം ഈ കാർ നീ എടുത്തോ എന്ന് പറയാം അയാൾക്ക്. പക്ഷേ ഈ ഹദീസ് പ്രകാരം ഈ ഒരു കൽപ്പന അതിലേക്ക് വരുന്നില്ല. കാരണം അത് മനുഷ്യന് ഇതൊരു പരിധി വിട്ട ചോദ്യമാണ്. അപ്പൊ അത് ചില ആളുകൾ ചോദിക്കുന്ന സമയത്ത് മര്യാദ ഉണ്ടാകേണ്ട കാര്യമാണ്. മറ്റൊരാളോട് ചോദിക്കുക എന്നുള്ളത് തന്നെ അത് അങ്ങേയറ്റം ആവശ്യക്കാർക്ക് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. മറ്റൊരാളോട് കൈ നീട്ടുക എന്നുള്ളത് തന്നെ ശറഅ് വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങേയറ്റം ആവശ്യക്കാരായ ചിലരുണ്ട്, അവർക്ക് മാത്രമേ ചോദിക്കാൻ ശറഅ് അനുവാദം നൽകുന്നുള്ളൂ. ഇനി അവർ പോലും ചോദിക്കുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാൻ പാടില്ല. അയാൾക്ക് വലിയൊരു പ്രയാസം, നീ എനിക്ക് ഇത്ര തരണം അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് തരണം എന്ന രൂപത്തിൽ ചോദിക്കുക, അത് പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അഞ്ചാമത്തെ രൂപത്തിലുള്ളതാണ് ഉള്ളൊരു ചോദ്യം. അത് അയാൾക്ക് ആദ്യം പറഞ്ഞതുപോലെയുള്ള അയാളുടെ നിർബന്ധ ബാധ്യതയോ മറ്റോ ഒന്നുമല്ല. അതുപോലെ ഇങ്ങനെയുള്ള പരിധി വിട്ട ചോദ്യമോ അയാൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്ന ചോദ്യമോ ഒന്നുമല്ല. ഒരു സാധാരണ രൂപത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു അയാൾക്ക് ഉത്തരം നൽകുക എന്നുള്ളത് മുസ്തഹബായ കാര്യമാണ്, മുസ്തഹബാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം മനുഷ്യന്റെ സമ്പത്ത് അവനാണ് തീരുമാനിക്കേണ്ടത്, അത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം അവൻ തീരുമാനിക്കുകയാണ്. അള്ളാഹു അവൻ നിർബന്ധമാക്കാത്ത ബാക്കി കാര്യങ്ങൾ അത് അവന് വേണ്ട രൂപത്തിൽ അത് ക്രയവിക്രയങ്ങളൊക്കെ അവന് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അവന് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം എന്നാണ് പറയുന്നത്. എന്നാൽ പല പണ്ഡിതന്മാരും ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അത് നിർബന്ധമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ പറഞ്ഞത് വമൻ സഅല ബില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ചോദിച്ചാൽ ഫഅതു, നിസ്സാരമായ ഒരു കാര്യം, വലിയ അവന് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമല്ല. അതുപോലെ അങ്ങനെ ഒരു വലിയൊരു ചോദ്യമൊന്നുമല്ല, ഒരു നിസ്സാരമായ കാര്യം. അള്ളാഹുവിന്റെ പേരിൽ ഞാനിത് നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് കൊടുക്കണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. ചില പണ്ഡിതന്മാർ അതിനൊരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അതൊരു മനോഹരമായ വിശദീകരണമാണ്. അവർ പറയുകയാണ് അയാൾ ആ ചോദിക്കുന്ന വ്യക്തി നിന്നെ മാത്രം തെരഞ്ഞുപിടിച്ച് ചോദിച്ചതാണ്. കാരണം നീ അതിന് കഴിവുള്ളവരാണ്, നീ നൽകും എന്നൊക്കെ ഒരു പ്രതീക്ഷയും. ഉദാഹരണത്തിന് നിന്റെ അയൽവാസി, അയാൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. കാണുന്ന ആളുകളോടൊക്കെ ഇങ്ങനെ കിട്ടുന്നതൊക്കെ പോന്നോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു നടക്കുന്ന ഒരാളല്ല. മറിച്ച് നീ ഒരു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, നിന്റെ കയ്യിൽ അത് ഉണ്ടാകും എന്നൊക്കെ മനസ്സിലാക്കി നിന്റെ അടുക്കൽ വന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ എനിക്കിത് നൽകണം എന്ന് പറഞ്ഞാൽ ആ നേരത്തെ പറഞ്ഞതുപോലെ പരിധി വിട്ട ചോദ്യമല്ല, ഇവന് വലിയൊരു ബാധ്യത ഉണ്ടാക്കുന്ന ഒരു ചോദ്യമൊന്നുമല്ല, ഒരു സാധിക്കുന്ന രൂപത്തിലുള്ള ഒരു ചോദ്യമാണ് ഇവന്ന് ചോദിച്ചിട്ട് എങ്കിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അവൻ ആ നിലക്കപ്പോൾ കൊടുക്കുക തന്നെ വേണം. എന്നാൽ ഈ ചോദിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, ഇയാൾ എല്ലാവരുടെ പോയി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എന്നോട് മാത്രമല്ല, എന്നെ കണ്ട് ചോദിച്ചാൽ അതേ കാര്യം അപ്പുറത്തും പോയി ചോദിക്കും, ഇനി കിട്ടിയാലും ചോദിക്കും, കിട്ടിയിട്ടില്ലേലും ചോദിക്കും, ചോദിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ആളുകളാണ് എങ്കിൽ നമുക്കങ്ങനെ നിർബന്ധമില്ല. കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം, നമ്മുടെ ഇഷ്ടം, നിർബന്ധം വരുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിലും ആട്ടി അകറ്റുക എന്നുള്ളത് പാടില്ല. ഇവ എത്ര ചോദിക്കുന്ന ആളാണ് എന്നറിഞ്ഞാലും അവൻ ആട്ടി അകറ്റുക എന്നുള്ളത് മോശം സ്വഭാവമാണ്. നമുക്കുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ പറയാം. അവനെ വലിയൊരു തന്ത്രശാലിയാണെങ്കിൽ അവനോട് പറയാം, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ആൾക്കാരോട് ചോദിച്ചു നടക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു കഴിവ് പറയുക. അതല്ലാതെ ആട്ടി അകറ്റുക എന്നുള്ളത് ഒരിക്കലും
പാടില്ല. ഇവിടെ നമ്മൾ തഫ്സീൽ വിശദീകരണം പറഞ്ഞത് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ ഒരാൾ ചോദിക്കുന്ന സമയത്ത് അത് വലിയൊരു കാര്യം, അവന്റെ നിർബന്ധ ബാധ്യത അല്ല ചോദിച്ചത്, അതാണെങ്കിൽ എന്തായാലും കൊടുക്കണം. ഇനി വലിയൊരു ബാധ്യതയുള്ളതോ നമുക്ക് വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്നതോ ഒന്നുമല്ല അവൻ ചോദിച്ചു, സാധാരണ ഒരു കാര്യമാണ് ചോദിച്ചത് എങ്കിൽ അവൻ അങ്ങനെ എല്ലാവരോടും ചോദിച്ചു നടക്കുന്ന ഒരാളൊന്നുമല്ല. നമ്മളെ തന്നെ വേണ്ടി ഉദ്ദേശിച്ച് നമ്മൾ കൊടുക്കുമെന്ന ഉദ്ദേശത്തിന് ഒരാൾ പറയണേ അള്ളാഹിന്റെ മാർഗത്തിൽ എനിക്ക് ഭക്ഷണത്തിന് വകയില്ല, എന്റെ കുടുംബത്തിന് വകയില്ല, നിങ്ങൾ എന്തെങ്കിലും എനിക്ക് നൽകണം എന്ന് പറഞ്ഞൊക്കെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കണമെന്നാണ്. ചില സമയത്തൊക്കെ നമുക്ക് എവിടെയെങ്കിലൊക്കെ അറിയാത്തൊരു സ്ഥലത്തൊക്കെ വെച്ച് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിച്ചാൽ നമുക്കൊരു പക്ഷെ അയാളെ കുറിച്ച് അറിയുകയില്ല. അപ്പോൾ നമുക്ക് നമ്മൾ അപ്പൊ തന്നെ വലിയൊരു ലക്ഷ്യം എടുത്ത് കൊടുക്കണമെന്നല്ല. ചിലപ്പോൾ അയാളുടെ ഭക്ഷണത്തിനൊക്കെ വേണ്ടിയേക്ക് ചോദിക്കുന്നത് എങ്കിൽ ഈ രൂപത്തിൽ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുക. നമുക്ക് വാഹിറായിട്ട് അയാളെ കുറിച്ച് അയാളൊരു മോശം ആളാണെന്നോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു വൃത്തികെട്ട പ്രവൃത്തിക്ക് പിന്നിൽ ചെയ്യുന്ന ആളാണെന്ന് തോന്നിയിട്ടില്ല എങ്കിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നല്ലത്. വല്ലാഹു അഅലം. അതിനുശേഷം സഹോദരങ്ങളെ അദ്ദേഹം അടുത്ത അധ്യായത്തിൽ ഇതുമായി അതിനുശേഷം അദ്ദേഹം പറഞ്ഞതിന് ഹദീസിന്റെ ഭാഗം വമൻ ദആകും ഫഅജീബു, നിങ്ങളെ ആരെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ ഫഅജീബു, അയാൾക്ക് ക്ഷണത്തിന് ഉത്തരം നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു വലീമക്ക് ഒരു ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ക്ഷണം സ്വീകരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നത് ഇത് എന്തിന്റെ നിക്കാഹിന് വലീമ എന്ന് ഉദ്ദേശിക്കുന്നത് കല്യാണ സദ്യയെ കുറിച്ചിട്ടാണ്. അപ്പൊ കല്യാണ സദ്യക്ക് ഒരാൾ വിളിക്കാൻ, അയാളുടെ കല്യാണമോ അയാളുടെ മകളുടെയോ മകന്റെയോ ഒക്കെ കല്യാണത്തിന് വേണ്ടി ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്താണ് അതിനുത്തരം ചെയ്യേണ്ടത് എന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും അതാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂരിഭാഗം പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്ന ആ ദഅവത്ത് അതാണ്. അത് തന്നെ സഹോദരങ്ങളെ, അവിടെ ആ വലീമക്ക് സ്വീകരിക്കാനുള്ള മറ്റ് തടസ്സങ്ങളൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഹറാമുകൾ നടമാടുന്ന ഒരു വലീമക്കാണെങ്കിൽ അത് പാടില്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ചില സമയത്ത് നല്ല സാലിഹ്യങ്ങളായ നല്ല രീതിയിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയുള്ള ഹറാമിന് പരിപാടിയൊക്കെ വിളിച്ച് പോകാതിരിക്കുമ്പോൾ അവർ ഈ ഹദീസ് പറയും, വിളിച്ചാൽ സ്വീകരിക്കണ്ടേ, ഇത് മാത്രമേ അറിയുള്ളൂ. അധികം ആൾക്കാരും പറയുന്നത് അങ്ങനില്ലേ, നിങ്ങൾ പഠിച്ച ദീനിൽ അങ്ങനെയൊന്നുമില്ലേ, ഒരാൾ വിളിച്ചാൽ പോകണ്ടേ? വിളിച്ചാൽ പോകണം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുണ്ടാകുന്ന കാര്യം അവിടെ ഉണ്ട് എങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി വിലക്കിയ കാര്യങ്ങൾ അവിടെ ഉണ്ട് എങ്കിൽ അവിടെ നമ്മൾ പോകേണ്ടതില്ല എന്നുള്ളതാണ്. പോയിട്ടത് നമുക്ക് അതില്ലാതാക്കാൻ സാധിക്കുമെങ്കിൽ ഒരാൾക്ക് പോകാവുന്നതാണ്. അപ്പൊ വ്യക്തമായ സംഗീതം സംഗീതം അവിടെ ഇങ്ങനെ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് താളം മേളവും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കല്യാണങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഒരാൾ ക്ഷണിച്ചാൽ നമ്മൾ പോകുമൊന്നും വേണ്ട, ചിലരൊക്കെ വിളിച്ചാൽ പോണ്ടേ എന്ന രൂപത്തിൽ പോകുന്നത് കാണാൻ സാധിക്കും. നമുക്ക് പോകേണ്ടതില്ല. ആ കുടുംബ ബന്ധം നന്നാക്കണമെങ്കിൽ നമുക്ക് മറ്റു ദിവസങ്ങളിലോ മറ്റോ പോയി അവരെ ബോധ്യപ്പെടുത്താവുന്നതാണല്ലോ. നിങ്ങൾ സംഗീതം വെച്ച ദിവസം നമുക്ക് വരാൻ പറ്റൂല. അതല്ലാതെ നിങ്ങളോടൊരു കുടുംബ ബന്ധം മുറിക്കണമെന്ന ആഗ്രഹം നമുക്കില്ല. നിങ്ങൾ സംഗീതം വെച്ചു കഴിഞ്ഞാൽ അത് ഹറാമാണ്. അത് നേരത്തെ തന്നെ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, അറിയുമെങ്കിൽ നേരത്തെ പറയാം. ഇങ്ങനെ സംവിധാനങ്ങൾ ഉണ്ട് എന്നെങ്കിൽ നമുക്ക് നേരത്തെ അവരോട് പറയും, ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ ദിവസം നമുക്ക് വരാൻ സാധിക്കുകയില്ല, നമ്മളത് ഒഴിവാക്കണം എന്ന് നമ്മൾ പറയണം. നമ്മൾ ഭാഗമാണ്. ഇനി ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ ഇയാളുടെ ഒരു വക്കാറത്ത് കൊണ്ട് ഇയാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇയാളത് ഒഴിവാക്കാൻ പറഞ്ഞാൽ അവർ ഒഴിവാക്കും എന്നുണ്ടെങ്കിൽ ഇയാൾ പോവുകയാണ് വേണ്ടത്. കാരണം അത് മുഖേന നമുക്ക് വലിയൊരു ഷർറ് അവിടെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് എന്നാണ്. അപ്പൊ അതുപോലെ തന്നെ വ്യക്തമായ ആണും പെണ്ണും ഒക്കെ കൂടിക്കലർന്ന സദസ്സുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയും സഹോദരങ്ങളെ അങ്ങനെയുള്ള വലീമക്കും നമുക്ക് പോകൽ ബാധ്യതയില്ല. കാരണം ഈ ഹദീസ് വിചാരിച്ചിട്ട് വമൻ ദഅാകും ഫഅജീബു എന്ന ഭാഗം മാത്രം മനസ്സിലാക്കിയിട്ട് ചില ആളുകൾ അവരുടെ ദേഹേച്ഛയ്ക്ക് വേണ്ടി ചില ഹദീസിന്റെ ഭാഗങ്ങളെ വ്യാഖ്യാനിക്കും. അങ്ങനെ വിചാരിക്കരുത്. വിളിച്ചാൽ പോകണം എന്നുള്ളത് അത് ഹലാലായ ഒരു സന്ദർഭത്തിലാണ്. അതല്ലാത്ത അല്ലാഹുവിന് വെറുപ്പുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്. അതും നമ്മുടെ ഒരു ദഅവത്താണ്. നമ്മൾ അതിനെതിരാണ് എന്ന് കാണിക്കുന്ന ഒരു ദഅവത്താണ്. നമ്മളും ഇങ്ങനെയുള്ള ആളുകളുടെ ഒപ്പം ഒരുമിച്ച് കൂടിയാൽ പിന്നെ എങ്ങനെയാണ് ഈ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക? ഇത് തെറ്റാണ്, ഇത് ഞാൻ ഒഴിവാക്കേണ്ടതാണ്, എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? നിങ്ങളൊരു ഭാഗത്ത് ദീനിന്റെ കാര്യങ്ങൾ പറയുകയും ദീനിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും എന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ആളുകളോടൊപ്പം പോയി ഇരുന്ന് അവിടെ സംഗീതവും അതുപോലെ അങ്ങനെ ഗാനമേളയൊക്കെ നടക്കുന്നു, നിങ്ങളിങ്ങനെ ആസ്വദിച്ച് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് പിന്തിരിഞ്ഞു പോകുന്ന സമയത്ത് ആൾക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അല്ലെങ്കിൽ ഇതൊക്കെ ആസ്വദിക്കുന്ന നിനക്ക്, ഇതൊക്കെ കഴിഞ്ഞ് കൂടുന്ന നിനക്ക് എങ്ങനെയാണ് പുറത്തിറങ്ങിയിട്ട് ഒരാളോട് ഈ കാര്യം പറയാൻ സാധിക്കുക?
കാരണം ബുദ്ധിയുള്ള ആളുകൾ ചോദിക്കും നീയല്ലേ ഇപ്പൊ അവിടെ ഉണ്ടായിരുന്നത് എന്ന് ആളുകൾ ചോദിക്കുന്നതായിരിക്കും. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് നമ്മൾ അത്തരം കാര്യങ്ങളിൽ മനസ്സിലാക്കുക. വമൻ ദഅാകും ഫഅജീബൂ എന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരം നൽകാനുള്ള മറ്റ് തടസ്സങ്ങളില്ലെങ്കിൽ ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അത് നിർബന്ധമാകുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അത് വലീമത്തുൽ അർസാൻ, അതായത് വിവാഹ സദ്യയാണ്, അതല്ലാത്തതിന് അത് നിർബന്ധമാകുന്നില്ല. ഇനി വിവാഹ സദ്യ ആണെങ്കിൽ തന്നെ യാത്ര ചെയ്തു പോയി വലിയ പ്രയാസമുണ്ടാകുന്ന ഒരു സ്ഥലത്തേക്കാണെങ്കിൽ അവിടെയും നിർബന്ധമാകുന്നില്ല. ഇവിടുന്ന് ഒരാൾ എറണാകുളത്തേക്ക് കല്യാണത്തിന് വിളിച്ചാൽ നമുക്ക് നിർബന്ധമാകുന്നില്ല, കാരണം യാത്ര ചെയ്ത് പോകണ്ട. തിരുവനന്തപുരത്തേക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ദുബായിലേക്ക് വിളിച്ചാൽ നമുക്കത് നിർബന്ധമാകുന്ന കാര്യമല്ല, കാരണം നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത് പോകാൻ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ അത് നിർബന്ധമാകുന്നില്ല. പറഞ്ഞത് വമൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹ്, ആരെങ്കിലും നിങ്ങൾക്കൊരു നന്മ ചെയ്തു തന്നാൽ അവന് പ്രത്യുപകാരം നൽകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് നന്മയാകട്ടെ, ഒരാൾ നമുക്കൊരു നന്മ ചെയ്തു തന്നാൽ, സാമ്പത്തികമായോ ശാരീരികമായോ അയാളെ കൊണ്ട് പറ്റുന്ന ഒരു നന്മ നമുക്ക് ചെയ്തു തന്നു കഴിഞ്ഞാൽ അതിന് ഫകാഫിഊഹു, അതുപോലെ നിങ്ങൾ പകരം നൽകുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഒരാൾ ഒരു ഹദിയ നൽകി, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളും ആ രൂപത്തിൽ സാധിക്കുന്ന ഒരു സമയത്ത് മറ്റൊരു ഘട്ടത്തിൽ നമ്മൾക്ക് അയാൾക്കൊരു ഹദിയ കൊടുക്കുക. ഒരാളൊരു വിഷയത്തിൽ നമ്മളെ സഹായിച്ചു, സമാനമായ സന്ദർഭം അയാൾക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മളും അയാളെ സഹായിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതായത് നമുക്ക് കിട്ടിയ ഉപകാരങ്ങൾ മറന്നു പോകാതിരിക്കുക. ഇത് അടിമകളോട് ഇങ്ങനെ കാണിക്കുന്ന നന്ദി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ്. ലാ യശ്കുറുല്ലാഹ് മൻ ലാ യശ്കുറുന്നാസ്, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിച്ചിട്ടില്ല എന്നാണ്. ഒരാൾ നമുക്ക് തന്ന അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണം. അതോടുകൂടി നമ്മുടെ ബാധ്യത കഴിയുന്നില്ല. മറിച്ച് ആ നൽകിയ വ്യക്തിക്ക് വേണ്ടി എന്തെങ്കിലും നമുക്കും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ശ്രമിക്കണം. ഫകാഫിഊഹു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫഇൻ ലം തജിദൂ മാ തുകാഫിഊനഹു, ചില സമയത്ത് കിട്ടിയ വ്യക്തി ദുർബലനായിരിക്കും, അയാൾക്ക് ഈ തന്നതുപോലെ ഒന്നും പകരം കൊടുക്കാൻ സാധിക്കുകയില്ല എങ്കിൽ ഫദ്ഉ ലഹു ഹത്താ തറൗ അന്നകും ഖദ് കാഫഅതുമൂഹു, അവന് നീ മതിയാവുവോളം എന്തെങ്കിലുമൊക്കെ പകരം നൽകി എന്ന് തോന്നുമാറ് നീ അയാൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണല്ലോ. വലിയൊരു ധനികൻ ഒരു പാവപ്പെട്ടവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുത്തു, ചിലപ്പോൾ വലിയൊരു വീട് വെച്ചു കൊടുത്തിട്ടുണ്ടാവും, പിന്നെ വലിയൊരു സമ്പത്തൊക്കെ നൽകിയിട്ടുണ്ടാകും. ഇയാൾക്ക് ഇതിന് പകരമായിട്ട് അയാൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അയാൾക്ക് വേണ്ടി പ്രത്യേകം പേരെടുത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒരു തവണ രണ്ട് തവണ എന്നല്ല, എത്ര വരെ? ഹത്താ തറൗ അന്നകും ഖദ് കാഫഅതുമൂഹു, നീ അതിന് പ്രത്യുപകാരം, അതിന് പകരമായിട്ട് നീ നൽകി എന്ന് തോന്നുവോളം നീ ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇതിന് തൗഹീദുമായൊരു ബന്ധമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് തൗഹീദുമായിട്ടുള്ള ബന്ധം? ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം നൽകിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം, ഒരു വസ്തു നമുക്ക് നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇയാളുടെ ഹൃദയം അയാളുമായിട്ടൊരു ബന്ധം, ഒരു തഅല്ലുഖ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, അല്ലെ? പൊതുവെ ഉണ്ടാവാറുണ്ട്. വലിയ ധനികന്മാര് ഒരുപാട് സമ്പത്ത് ഇങ്ങനെ ഒരാൾക്ക് നൽകിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ സാധുവായ വ്യക്തിക്ക് അയാളോട് പ്രത്യേക ബന്ധം, അപ്പൊ അയാളിലേക്ക് കാര്യങ്ങൾ തിരിയുന്ന ഒരു രൂപം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ ദൗർബല്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും അതുണ്ട്. എന്നാൽ തിരിച്ച് ഇയാൾ പകരം നൽകുക വഴി, അയാൾക്ക് തിരിച്ചും പകരം നൽകുക വഴി അയാൾ അത് ഈക്വലാക്കുകയാണ്. അത് ഭൗതികമായിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ആ രൂപത്തിൽ തന്നെ ഹദിയകളാണെങ്കിൽ തിരിച്ചും ഹദിയകൾ. അങ്ങനെ ചെയ്യുക വഴി രണ്ട് ഗുണമാണ്. ഇയാൾക്ക് അയാളോടുള്ള ഒരു പ്രത്യേകമായ ആ നിലക്കൊരു ബന്ധം, അതായത് അല്ലാഹു തആലയോട് ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു ബന്ധത്തിന്റെ ഒരു അംശമായിരിക്കാം, അത് ഇല്ലാതായി തീരുന്നു. അതുപോലെ പകരം കൊടുക്കുക വഴി എന്ത് നൽകുകയാണ്? പരസ്പരം അവർക്ക് സ്നേഹമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തഹാദ്ദു തഹാബ്ബു, നിങ്ങൾ പരസ്പരം ഹദിയ കൊടുക്കുക, അത് പരസ്പരം സ്നേഹം ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലക്ക് തൗഹീദിനെ കൂടി സംരക്ഷിക്കുക, അല്ലെ? പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കും. അയാൾക്ക് അല്ലാഹു തആലയോടുള്ള മഹബ്ബത്ത് അത് അങ്ങനെ തന്നെ നിൽക്കും. ചില സമയത്ത് ഈ രൂപത്തിൽ ഭൗതികമായുള്ള സഹായങ്ങളൊക്കെ സ്വീകരിക്കുന്ന ആൾക്ക് ആ സഹായം നൽകുന്ന ആളെ കാണുമ്പോൾ എന്തോ ഒരു ഹൃദയത്തിൽ ആ നിലക്കൊരു ബന്ധം ഉണ്ടായേക്കും. അയാളെ ഇഷ്ടപ്പെടണ്ട എന്നുള്ളതല്ല, അയാളെ സ്നേഹിക്കണ്ട എന്നുള്ളതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ബന്ധിപ്പിക്കേണ്ട രൂപത്തിൽ അടിമകളോട് ബന്ധിപ്പിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. റബ്ബിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ എപ്പോഴും തിരിയേണ്ടത്. അങ്ങനെ ഒരു ചെറിയൊരു ഭാഗം ഈ വ്യക്തികളോട് ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഈ രൂപത്തിൽ തിരിച്ചും അയാൾക്ക് ഇങ്ങനെ സഹായം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? അത് ഇല്ലാതാക്കാൻ സാധിക്കും. പരസ്പരം അതും അങ്ങനെ ചെയ്യുക വഴി
സ്നേഹമല്ലാതെ മറ്റൊന്നും വർദ്ധിക്കുകയുമില്ല. എന്ന് സാധിക്കാത്ത ആളുകൾക്ക് ദുആ ആവർത്തിച്ച് ചെയ്യുക എന്നുള്ള കാര്യം കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത അധ്യായം ചെറിയൊരു അധ്യായമാണ് ഇതുമായി ബന്ധപ്പെട്ടത്. ബാബുൻ ലാ യുസ്അലു ബിവജ്ഹില്ലാ ഇല്ലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് കൊണ്ട് സ്വർഗ്ഗമല്ലാതെ ചോദിക്കപ്പെടാൻ പാടില്ല എന്ന്. വജ്ഹ്, അല്ലാഹുവിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള അവന്റെ തിരുമുഖം എന്ന് തന്നെയാണ് അർത്ഥം. അതിന് മറ്റർത്ഥം നൽകുക എന്നുള്ളത് പാടില്ല. അല്ലാഹുവിന്റെ പ്രീതി എന്നോ മറ്റൊന്നുമല്ല. അല്ലാഹുവിന്റെ വജ്ഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിക്കുന്ന രൂപത്തിലുള്ള അവന്റെ തിരുമുഖമാണ്. അതിന്റെ കെയ്ഫ് എങ്ങനെയാണ് എന്ന് നമുക്കറിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല. അല്ലാഹു യോജിക്കുന്ന രൂപത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട്. അത് സ്വർഗത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതിയാണ്. സ്വർഗത്തിനേക്കാളും വലിയ അനുഭൂതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒരാൾക്ക് കാണാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അല്ലാഹുവിന്റെ വജ്ഹ് കൊണ്ട് ഒരാൾ സ്വർഗമല്ലാതെ ചോദിക്കാൻ പാടില്ല എന്നാണ്. അത് അല്ലാഹുവിനോട് ചോദിക്കുമ്പോഴാകട്ടെ, അടിമകൾ പരസ്പരം ചോദിക്കുമ്പോഴുള്ള സമയത്താകട്ടെ, അല്ലാഹുവിനോട് ചോദിക്കുകയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിവജ്ഹിക എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അൽ ജന്ന, സ്വർഗമാണ് നമ്മൾ ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു വലിയ കാര്യങ്ങൾ മാത്രമേ അങ്ങനെ ചോദിക്കാൻ പാടുള്ളൂ, ദുന്യവിയായ കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് ഒരാൾ ചോദിക്കാൻ അല്ലാഹുവേ നിന്റെ വജ്ഹിനെ മുൻനിർത്തിക്കൊണ്ട് അസ്അലുക ബിവജ്ഹികൽ കരീം അൻ തർസുഖനി സൗജതൻ ഹസന, എനിക്ക് നല്ലൊരു ഇണയെ നീ നൽകണമേ. ഇത് ദുന്യവിയായ കാര്യമാണ്. ഇതൊന്നുമല്ല അല്ലാഹുവിന്റെ വജ്ഹ് കൊണ്ട് ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കാർ ഉണ്ടാകണം, അല്ലെങ്കിൽ നല്ലൊരു വീട് വേണം, ഇതൊക്കെ ഭൗതികമായ കാര്യമാണ്. ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് വെച്ചുകൊണ്ട് ചോദിക്കാൻ പാടില്ല. അതല്ലാതെ നിനക്ക് ചോദിക്കാം, അതല്ലാതെ റബ്ബിനോട് ചോദിക്കാം. പക്ഷെ അല്ലാഹുവിന്റെ വജ്ഹ് വെച്ചുകൊണ്ട് നീ ചോദിക്കുകയാണ് എങ്കിൽ അത് സ്വർഗം തന്നെ ചോദിക്കണം എന്നാണ്. അതുപോലെ പരസ്പരം ചോദിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ഒരാൾ അല്ലാഹുവിന്റെ വജ്ഹ് വെച്ചുകൊണ്ട് ഞാൻ ഇന്നത് ചോദിക്കുന്നു എന്നൊന്നും ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചോദ്യത്തിൽ ചോദിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് തെളിവായി ഹദീസ് കൊടുത്തത് കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസ്അലു ബിവജ്ഹില്ലാ ഇല്ലൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് കൊണ്ട് സ്വർഗമല്ലാതെ ചോദിക്കപ്പെടാൻ പാടില്ല എന്നാണ്. ഈ ഹദീസ് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് ദഈഫാണ് എന്ന് പറഞ്ഞ ഹദീസാണ്. അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അതിൽ ദഅഫുണ്ട്, ദുർബലതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ അതിനെ സ്വഹീഹാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഇത്തരത്തിൽ ഹദീസുകൾ ചിലപ്പോൾ ദുർബലത എടുത്തു കൊടുത്തതിനെ വിമർശിക്കേണ്ടതില്ല എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞത് കൊണ്ടാണ്. കാരണം ചില മുഹദ്ദിസുകൾ അതിനെ സ്വഹീഹാക്കിയിട്ടുണ്ടാകും, അപ്പൊ ആ നിലക്കാണ് അദ്ദേഹം ആ ഹദീസുകളെ എടുത്തു കൊടുക്കുന്നത്. അതല്ലാതെ അദ്ദേഹം ഹദീസ് വിധാന ശാസ്ത്രത്തിൽ തീരെ വിവരമില്ലാത്ത ഒരാളും ദുർബലമായ ഹദീസുകൾ കൊടുക്കുന്ന ആളുമല്ല. അദ്ദേഹം ചില മുഹദ്ദിസുകളെ അവലംബിച്ചുകൊണ്ട് അവർ അതിനെ സ്വഹീഹാക്കിയ, അതായത് ഇതിന്റെ നിവേദക പരമ്പരയിലുള്ള ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ചിലപ്പോൾ അത് സ്വഹീഹാണോ ദഈഫാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പൊ ആ നിലക്കാണ് അദ്ദേഹം അത് എടുത്തു. ഇങ്ങനെയുള്ള പല ഹദീസുകളും കിതാബ് തൗഹീദിൽ കടന്നുപോയിട്ടുണ്ട്. അതായത് നമ്മൾ ദഈഫാണ് എന്ന് പറഞ്ഞ് പല ഹദീസുകളും കൊടുത്തിട്ടുണ്ട്. അത് ചിലർക്ക് മറ്റു ചില മുഹദ്ദിസുകൾ സ്വഹീഹാണ് എന്ന് പറയുന്ന കാര്യമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ ഇതിന്റെ ആശയം ശരിയാണ് എന്നുള്ളത് പറഞ്ഞതായി കാണാൻ സാധിക്കും. ആശയം ശരിയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ലാകിൻ യൻജബിറു ബിർരിവായാത്തിൽ ഉഖ്റ, മറ്റ് റിവായത്തുകൾ മുഖേന ഇത് പരിഹരിക്കപ്പെടുന്നതാണ്. അതായത് ഈ ഹദീസിന്റെ അർത്ഥം അത് ശരി തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് സഹോദരങ്ങൾ, മനുഷ്യന്മാർ പൊതുവെ ചോദിക്കുമ്പോൾ അത് വലിയ ഉന്നതമായ കാര്യങ്ങൾ അവർ ചോദിക്കും, സാധാരണ കാര്യങ്ങളും ചോദിക്കും. അപ്പൊ ആ ഉന്നതമായ കാര്യത്തിൽപ്പെട്ടതാണ് ഒരാൾ ദീനുമായി ബന്ധപ്പെട്ട, ദീനിൽ ഉന്നത സ്ഥാനം ലഭിക്കുക, വലിയ ഇമാമത്ത് ലഭിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ ഇൽമ് ലഭിക്കുക, അതുപോലെ സ്വർഗം നാം നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ഒരു കാര്യമാണ് എങ്കിൽ ഒരാൾക്ക് അള്ളാഹുവിന്റെ പേരിൽ ചോദിക്കാം, അള്ളാഹുവിന്റെ വജ്ഹ് കൊണ്ട് ചോദിക്കാം. കാരണം ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വഇന്നി അസ്അലുക ബിവജ്ഹില്ലാഹി അസ്സ വജൽ ബിമാ ബഅസക റബ്ബുക ഇലൈനാ, ഞാനിത് അള്ളാഹുവിന്റെ വജ്ഹിനെ മുൻനിർത്തിക്കൊണ്ട് താങ്കളോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് താങ്കളെ അള്ളാഹു തആല നിയോഗിച്ചത്? അവിടുന്ന് പറഞ്ഞു, ഖാല ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ് എന്നെ നിയോഗിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ വലിയൊരു കാര്യമാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട, ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ് അയാൾ ചോദിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് സ്വർഗമല്ലാതെ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അയാൾ ചോദിച്ചതിനെ എതിർത്തിട്ടില്ല. എന്നാൽ അതല്ലാത്ത ദുനിയാവിലുള്ള മുഴുവൻ കാര്യങ്ങളും സഹോദരങ്ങളെ
അത് അങ്ങനെ ചോദിക്കപ്പെടാൻ പാടില്ല. അള്ളാഹുവിന്റെ വജുഹ് വെച്ചുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ വളരെ ഈ പ്രയോഗം അള്ളാഹുവിന്റെ വജുഹിനെ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ ഇന്ന് ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം അത് ചോദിക്കാൻ പാടില്ല എന്നതാണ് പറയുന്നത്. പ്രത്യേകം മനസ്സിലാക്കണം. അത് അള്ളാഹുവിനോട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് വജുഹ് വെച്ചുകൊണ്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിവജ്ഹിക എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന കാര്യമാണ് പറയുന്നത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടുന്നത് ഈ ഹദീസിൽ സ്ഥിരപ്പെടുന്നുണ്ട്. ധാരാളം ആയത്തുകളിലും ഹദീസുകളിലൊക്കെ സ്ഥിരപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി അധ്യായങ്ങൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. وهذا والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.